Okay, ladies and gentlemen, welcome to yet another episode of With Talks. ജോൺ ഇന്നില്ല. ജോൺ ഇന്നുമില്ല, അതുകൊണ്ട് ഇന്ന് നല്ലൊരു എപ്പിസോഡായിരിക്കും അല്ലേ? റിൻഷുന്നുണ്ട്, അതുകൊണ്ട് ജോൺ തന്നെയാണ് ഭേദം. അത് ഇന്ന് നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെ മാനേജറും നമ്മുടെ വിറ്റിന്റെ എല്ലാമുമായ റിൻഷാദ് കുരുണിയൻ. വെൽക്കം ടു വിറ്റ് ടോക്സ് അഗൈൻ. രണ്ടാമത് വരുന്ന ആദ്യത്തെ ഗസ്റ്റ്. റിൻഷാദ് വന്ന എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഓടിയ എപ്പിസോഡ്. അല്ല, പക്ഷെ അതിന് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓട്ടം. റിൻഷാദ് ഇരുന്ന ചായ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണണം, മസ്റ്റ് വാച്ച് ആണ്. പോഡ്കാസ്റ്റിന്റെ ചരിത്രത്തിലെ ദ മസ്റ്റ് വാച്ച് എപ്പിസോഡാണ് ചായ വിത്ത് എ സ്ട്രേഞ്ചർ. മൊത്തം കാണാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ സമയമില്ലെങ്കിൽ താഴെ പോയി കമന്റ് നോക്കിയാ റിൻഷാദിനെ ഇനി വിരുത്തരുതെന്നൊക്കെ ഉള്ള കമന്റ്. ഞാൻ ആലോചിക്കുക, നമ്മളോടുള്ള സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ ചായ എപ്പിസോഡിൽ നീ ഇല്ലല്ലോ, ഇപ്പൊ റിൻഷാദിനെ ഇരുത്തിയതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നേക്കുന്നത്, ഈ മനുഷ്യൻ ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കും, ഇദ്ദേഹം നിങ്ങൾക്ക് വലുതായിരിക്കും, ഇദ്ദേഹം ചിലപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമിക് ആയിരിക്കും, വളർന്നു വരുന്ന ആളുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇയാളെ കാണണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ 4 പേര് ഇത് കാണാൻ താല്പര്യം എന്ന് പറഞ്ഞ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ജോൺ ജോയ്ക്ക് ഡെങ്കി ആയി പോയി. ആൾക്കാർക്ക് അറിയാതെ കഴിഞ്ഞ 2 എപ്പിസോഡും നമ്മൾ വിചാരിച്ച കൂടുതൽ റിൻഷ അതിനകത്ത് ഇതായെന്നുള്ള കാരണം എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ, എപ്പിസോഡ് ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ അത്ര ഇതായോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ 2 ദിവസത്തേക്ക് ഇത് തന്നെ ചോദിക്കുന്നു, ഞാൻ മറ്റേത് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, എന്നിട്ട് കമന്റ് വന്നപ്പോൾ ഇതും 2-3 തവണ എന്നോട് പറഞ്ഞു നമുക്ക് ഇറക്കാതിരുന്നല്ലോ ഈ എപ്പിസോഡ്, ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ഇത് ഇറക്കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്തൊക്കെയാണ് അങ്ങനെ നോക്കി ആ വിറ്റ് ടോക്സിൽ എത്ര എപ്പിസോഡ് ഇറങ്ങുമായിരുന്നു? സത്യം ഒരു 20-25 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് ചെയ്യണം. നമ്മുടെ 25 എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞിരിക്കും. നമ്മളിത് 28ാമത്തെ എപ്പിസോഡാണ്. 25ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ കാശില്ല, പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ 25th എപ്പിസോഡായിരുന്നു. അതെ, നമ്മളിപ്പോ സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്, ആമസോൺ മ്യൂസിക്കിൽ അവൈലബിൾ ആണ്, ഓഡിബിൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതെ, ഇതെല്ലാം റിൻഷാദിന്റെ കൈ. നിങ്ങൾ രക്ഷപ്പെട്ട് യൂട്യൂബിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് വിചാരിക്കേണ്ട, എവിടെ ചെന്നാലും ഞങ്ങളുണ്ടാവും. അതെ, അതുകൊണ്ട് എവിടുന്നേലും നമ്മളെ കാണുക, കേൾക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ 4300 ആൾക്കാർക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും സ്നേഹങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് മീഡിയാസ്. നമ്മളെപ്പോഴുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ മീഡിയ എന്ന് തോന്നുന്നു. ജനറൽ മീഡിയാസിനെ പറ്റി, ഓൺലൈൻ മീഡിയയുടെ ഒരു വാക്കുണ്ടോ? മീഡിയാസ് ഉണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നുന്നു മീഡിയമിന്റെ പ്ലൂറലല്ലേ മീഡിയ അല്ല, എന്ത് മണ്ടത്തിലാണ് ഞാൻ. പുള്ളിക്ക് ബുദ്ധി കൂടുതലാണെന്ന് ആൾക്കാർക്ക് വിചാരമുണ്ട്. കുറെ ആൾക്കാർ നമ്മളോട് പറയുന്നത് അത് ദീപകിന് അറിയാവുന്ന, എന്തെങ്കിലും പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ പറയുന്ന ഡയലോഗ് അത് ദീപകിന് അറിയാവുന്ന. ഒരു കമന്റ് ചെയ്തൊരു പയ്യൻ എന്തോ പറഞ്ഞപ്പോൾ മറ്റേ ടോപ്പിക്കിനെ പറ്റി റിസർച്ച് ചെയ്യണം, LGBT കമ്മ്യൂണിറ്റി അങ്ങനെ എന്തോ സാധനം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനിപ്പം ഞങ്ങളങ്ങനെ റിസർച്ചൊന്നും ചെയ്യാറില്ല, ഞങ്ങൾ പറയത്തോന്ന് കുഴപ്പമില്ല, ദീപകിനോട് പറഞ്ഞാൽ ദീപകിന് അറിയാവുന്ന. നമുക്കെല്ലാവരും ദീപക് രഹസ്യമായിട്ട് പഠിച്ചിട്ടാണ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് മീഡിയ. മീഡിയ വിറ്റ് പോയിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ട്രഡീഷണൽ മീഡിയ ആൻഡ് ഓൺലൈൻ മീഡിയാസ്. മീഡിയയിൽ നിന്ന് വിറ്റ് പോയിരിക്കുകയാണെന്നാണ്. മീഡിയ സെല്ലൗട്ടാണ് ഇപ്പോഴത്തെ മീഡിയ, ഫുൾ സെല്ലൗട്ടാണ്. അദാനി അംബാനിയുടെയും കുത്തകയാണ് ഇപ്പോഴത്തെ പ്രമുഖ മീഡിയ ഹൗസുകൾ. അവരാണ് നമ്മുടെ ജനത്തിനെ ഇത്ര റാഡിക്കലൈസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സും റിലീജിയൻ്റെയും കാട്ടി കൂടുതലൊക്കെ ഏറ്റവും കൂടുതൽ മോശം ഒരു മെഷീനറിയാണ് മീഡിയ. അത് എപ്പോഴത്തെ മീഡിയയും അങ്ങനെയായിരുന്നു. നമുക്കത് തിരിച്ചറിയാൻ വൈകിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം EMS പുള്ളിയുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മനോരമ എന്നെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ കമ്മ്യൂണിസത്തിന് വിരുദ്ധമായിട്ടാണ് എന്തോ ചെയ്യുന്നത് എന്ന് EMSൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദാറ്റ് ഡിഫൈൻസ്. നമുക്കിപ്പോൾ ധാരണയില്ല മനോരമ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തും നർച്ചർ ചെയ്താൽ പോകുന്നതെന്നുള്ള സാധനം. അപ്പോൾ ഇത് അന്നേ അങ്ങനെയായിരുന്നു. ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ ഒരു സമയം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എവിഡൻ്റ്ലി ഓരോ പാർട്ടിക്ക് ഓരോ ചാനല്, പത്രം, ഓരോ സൈബർ വിങ് എന്ന് എക്സ്ക്ലൂസീവ്ലി ആയിട്ടുണ്ട്. അത് ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, തിരിച്ചറിഞ്ഞില്ലെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അറിയാത്ത ആൾക്കാർ. എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ കോൺസെപ്റ്റ് പോലും മനസ്സിലായില്ല. അത് അച്ഛൻ യൂട്യൂബിൽ കാണുന്ന ഫീഡാണ് അച്ഛൻ വിചാരിക്കുന്ന എല്ലാവരും കാണുന്നതെന്നാണ്. അപ്പോൾ അച്ഛൻ ഭയങ്കര വൈറലാണെന്നുള്ളത്. അതെ, അച്ഛൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ശരിക്കും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള
അച്ഛന്റെ വ്യൂസ് എന്ന് പറയുന്നത് അച്ഛൻ കാണുന്ന ചാനലുകളിൽ നിന്നാണല്ലോ. അപ്പൊ അച്ഛന്റെ വിചാരം അതാണ് ശരിക്കും അച്ഛനാണെങ്കിൽ ഇതൊരു ചാനലാണ്, ഇത് ചിലപ്പോ ഒരാൾ വീട്ടിൽ ഇരുന്ന് മൈക്കും വെച്ച് പറയുന്ന ഒരു സാധനമാണ്. അതിന്റെ ഓതന്റിസിറ്റി, അതായത് ഇത് ഈ യൂട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നത് ശരിയാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഇതിന്റെ ഓതന്റിസിറ്റിയുടെ കാട്ടി കൂടുതൽ ഇത് കാശുണ്ടാക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എന്റർടൈൻമെന്റിനോട് കമ്പയറബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ളൂ സത്യം പറഞ്ഞ. ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എവിടെ കിട്ടും എനിക്കിപ്പോ. ന്യൂസ് ചാനൽസ് ശരിക്കും എല്ലാ ന്യൂസ് ചാനൽസും കോമ്പീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയോടാണ്. അറ്റൻഷനാണ് ഇവർക്ക് വേണ്ട ഒരു സാധനം. ഇപ്പം റീലിൽ ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പൊ ഫെയ്ഡ് ഡിസൂസ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ സ്വന്തം ചാനൽ വഴിയാണ് ഇപ്പൊ കണ്ടന്റ് അവരുടെ ന്യൂസ് കൊടുക്കുന്നത്. പക്ഷെ അതെന്തോ അവര് ജിയോ എന്തോന്നാണ് അവരുടെ പോഡ്കാസ്റ്റ് എന്തോന്ന് ചെയ്യണം, അങ്ങനെ എന്തോ. ഇതാ അൾട്ടിമേറ്റ്ലി കാശ്. അതായത് ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആയിരുന്നു അവര്. അപ്പൊ പുള്ളിക്കാരി കുറെ ഈ ന്യൂസിൽ വരുന്ന ബയസിനെതിരെ, എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ്, അതിനെതിരെ പുള്ളിക്കാരിയുടെ ഒരു പ്രതിഷേധം പോലെയാണ് അതൊന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര സ്വന്തമായിട്ടൊരു ചാനൽ ചെയ്തത്. അല്ല, ഈ TV ന്യൂസ് ഭയങ്കര ടോക്സിക് കൾച്ചറാണ്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സിനൊക്കെ 12-16 മണിക്കൂറൊക്കെയാണ് വർക്ക് ഷിഫ്റ്റ്, റൈറ്റേഴ്സ്. അതുകൊണ്ട് ഭയങ്കര പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ഓപ്പറേറ്റ് അവർക്ക് മാത്രമല്ല ഈ ജേർണലിസ്റ്റ് ഫീൽഡിൽ പോകുന്നവർക്കും എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രഷർ എപ്പോഴും ഉണ്ടാവുമല്ലോ. മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് അവരിത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളത് അറിഞ്ഞോ, നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇത് ആദ്യമേ എക്സ്ക്ലൂസീവ് കൊണ്ടിരുന്നു എക്സ്ക്ലൂസീവ് വാർത്തകൾ കൊണ്ടുവരേണ്ടി വരുന്നത്. ഡെയിലി പത്രം വായിക്കുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം പത്രം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി കുടിക്കും, കുറച്ചധികം കാപ്പി കുടിക്കും. അപ്പോൾ അത്ര നേരം പത്രം വായിക്കും. അപ്പം എനിക്കൊരു ദിവസം പത്രം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോവില്ല അങ്ങനല്ല എന്ന് വെച്ചാൽ രാവിലെ പത്രം ഇല്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമം. അതായത് അന്ന് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല രാവിലത്തെ. അത് ഞാൻ ഭയങ്കര ചെയ്യുന്നതായതുകൊണ്ട് അപ്പം ഞാൻ പക്ഷെ ഇടയ്ക്ക് ചിന്തിക്കുമല്ലോ, പബ്ലിക് ഹോളിഡേ ആണെങ്കിലായിരിക്കും പിറ്റേ ദിവസം പത്രം ഇല്ലാതെ വരുന്നത് അന്ന്. അപ്പം ഭയങ്കര റെയർ ദിവസങ്ങളിൽ മാത്രമേ പത്രം, അത്ര കുറച്ച് ഹോളിഡേയ്സ് ഉള്ളവർക്ക്. ഞാൻ ആലോചിക്കാറുണ്ട് പറയും എന്തൊരു കഷ്ടപ്പാടാണ് അവർക്ക്. ഞാൻ മലയാള മനോരമയാണ് വായിക്കണത്. ഞാൻ നേരത്തെ ഇതുപോലെ ഇതത്ര ഈ പറഞ്ഞ ഓരോ പാർട്ടിക്ക് ഓരോ പത്രം ഉണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുണ്ടെന്നുള്ള സാധനം എനിക്കും അറിയത്തില്ലായിരുന്നു ഒരു പ്രായം വരെ. എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ഫോണ്ട് പ്രിന്റിങ് സാധനമൊക്കെ ഇഷ്ടം മനോരമയുടെ ആണ്. കാണാനുള്ളൊരു, എനിക്ക് മറ്റേ പത്രങ്ങൾ വായിച്ച അത്ര ദഹിക്കില്ല. അതിൻ്റെ പ്രിന്റിങ് ഇഷ്ടമല്ല, മൊത്തത്തിലുള്ളൊരു ലേ ഔട്ട് പരിപാടിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് നല്ലതാണെന്നാണ് ഞാൻ മനോരമ വായിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പം ഞാനും വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളും പരിപാടിയും എല്ലാം ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവർ ഇന്ന ഒരു പത്രം ഇന്ന പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോ ചാനലിൽ ചില ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിലാവും ഓരോ ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം BJP ഒരു പരിപാടി കേരളത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു മോദി വരുന്ന പരിപാടി എന്നൊക്കെയാണ്. ബാക്കി എല്ലാ ചാനലും ചിലപ്പോൾ അതൊരു 5 മിനിറ്റിൽ മറ്റേ ബ്രേക്കിങ്ങിനിടെ കാണിക്കും, പോവും. പക്ഷെ ജനം TV അന്ന് മൊത്തം അതായിരിക്കും. ആ ഒരു സാധനമുണ്ട്. ഈവൻ അത് കാണിക്കുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പം അത് കൈരളി TV കാണിക്കുന്നത് ആ പരിപാടിക്ക് ആൾ കുറവായിരുന്നുള്ള കുറേ ഒഴിഞ്ഞ കസേരകൾ കാണിച്ചായിരിക്കും. അപ്പം എല്ലാവരും അജണ്ടകളാണ് എല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മുന്നോട്ട്. സോ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ മാനിപ്പുലേഷനിലാണ് ഇവിടെ ലോകത്തിൻ്റെ ഒരു മെജോറിറ്റി ആൾക്കാരും ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. കൈരളി സപ്പോർട്ട് ചെയ്യുന്ന ഇടതാണ്. ദേശാഭിമാനിയുണ്ട്. പിന്നെ ജനയുഗം എന്ന പത്രം CPIയുടെ ആണെന്ന് തോന്നുന്നില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 CPIയും ഉണ്ടല്ലോ. ജനയുഗം CPIയുടെ ആണെന്ന് തോന്നുന്നു. അവർക്ക് ചാനലുണ്ടോ? ഇല്ല. മാതൃഭൂമി ശരിക്കും അതായത് എല്ലാ MP വീരേന്ദ്രകുമാറിന്റെ ആയിരുന്നല്ലോ മാതൃഭൂമി. ഇപ്പോഴും തന്നെയല്ലേ? അതായത് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കുറച്ചുകൂടെ റാഡിക്കലൈസ്ഡ് ആയി കഴിഞ്ഞ 5-6 വർഷം. ജനം TV ഭയങ്കര റാഡിക്കൽ ചാനലാണ്, ഭയങ്കര മോശം ചാനലാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അതിന് മുമ്പേ അവർ ആ മാതൃഭൂമി ഫേസ് ആയിരുന്നു. അതായത് കോൺഗ്രസിനും വോട്ട് ചെയ്യും, BJPക്കും വോട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഹിന്ദു ലൈനായിരുന്നു. ഇപ്പൊ അവർക്ക് മാതൃഭൂമി കുറച്ചുകൂടെ അവരുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രം റിഫ്ലക്ട് ചെയ്യുന്ന ജനമായിരിക്കും. മാതൃഭൂമി കുറച്ച് ഔട്ടായി കാണുമായിരിക്കും. ആൻഡ് Media One ആണ് എനിക്ക് തോന്നുന്നു. ജമാഅത്ത് ഇല്ല. നമുക്ക് വീട്ടിൽ പാർട്ടി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമുക്കങ്ങനെ ഒരു പാർട്ടി ചായവില്ലായിരുന്നു വീട്ടിലാർക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് ഒരു ആൻറ്റി
പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പോലെയാണ് വീട് വർക്ക് ചെയ്യുന്നത്. അത് ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ചെയ്യാൻ പോകാറില്ല. ഇപ്പോൾ ആർക്ക് ചെയ്താലും കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇടത് വന്നാലും വലുത് വന്നാലും ഒരുപോലെ പോകും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി കുത്താൻ പോകുന്നതിൽ ഇപ്പോൾ ആരും ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു സ്റ്റാൻഡാണ് പുള്ളിക്കാരൻ്റെ ഫാദർ സ്വീകരിച്ച് പോകുന്നുണ്ട്. ഇത് ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടെ റാഡിക്കൽ നിലപാടുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഇലക്ഷന് ആരെ നിർത്തുന്നു എന്ന് പോലും നമുക്ക് കൺട്രോളില്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് അവിടെ നിർത്തുന്ന കാൻഡിഡേറ്റ് പോലും എനിക്ക് സ്വീകാര്യമല്ല. പിന്നെ ഞാനെങ്ങനെ ഇലക്ഷൻ അവിടെ എങ്ങനെ ജനാധിപത്യം ഉണ്ടാകുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് വരുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ, അങ്ങനെയല്ല പാർട്ടി തീരുമാനിക്കുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് ജനാധിപത്യം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വോട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. പത്രം വരുത്തുന്നില്ലായിരുന്നു, ടി വി ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. റീസെൻ്റ്ലി ടി വി വന്നപ്പോഴും കേബിൾ കുറച്ചാളുണ്ടായിരുന്നു, ഇപ്പോൾ കേബിളില്ല, OTT ആണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്തകളോട് ആഭിമുഖ്യം കുറവാണ്. പക്ഷേ യൂട്യൂബ് വല്ലാതെ കടന്നാക്രമിക്കുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരും യൂട്യൂബ് കാണുന്നുണ്ട്. യൂട്യൂബിൽ അവർ ഈ പറയുന്ന പല മോഡ് ഓഫ് ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്. അവിടെ ഈ പ്രശ്നമുണ്ട്. അവിടെ ഈ പ്രശ്നം കാണുന്നത് സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വീട്ടിൽ ഈ പറയുന്നതാണ് നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് പേരൻസ്, പ്രായമുള്ളവർ. അവർക്ക് ആ ഒരു സാധനം, അതായത് ഒരാൾ, ഒരു സാധാരണ വ്യക്തി, അയാൾ എന്താണോ ക്വാളിഫിക്കേഷൻ, നല്ലത് ചീത്തയൊന്നുമല്ല, അയാൾ എന്താണെന്നറിയാതെ ആ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട് പലപ്പോഴും. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള സാധനമാണെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മലയാളിയൊക്കെ എന്ത് വൃത്തിയായിട്ട ചാനലാണല്ലേ സത്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വെറുപ്പ് ഫേസ്ബുക്കിൽ നമ്മൾ ഫോളോ ചെയ്യാതെ, എനിക്കറിയത്തില്ല അതെങ്ങനെ വരുന്നതെന്നുള്ള ഫീഡിൽ വെറുതെ കുറെ ഈ ചാനൽ അത് ഓട്ടോമാറ്റിക് സ്പോൺസർ ചെയ്യപ്പെടുന്നതാണ് ആയിരിക്കണം. അങ്ങനെ ആയിരുന്നു പണ്ട്. വെറുതെ ഭയങ്കര കുറെ ചാനലുകളുണ്ട്. എന്തെങ്കിലും ലോക്കൽ പേരിട്ടിട്ട് എന്തെങ്കിലും ഒരു പേര് വിട്ട് ചുമ്മാ കുറെ അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ മറ്റേ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആളെ കയറ്റുക എന്നുള്ള സാധനമുള്ളൂ. അതിനകത്ത് ഒരു ഇൻഫർമേഷനും കാണത്തില്ല. ഒരു എന്തെങ്കിലും ആൾക്കാരുടെ, നമ്മൾ ഈ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആരുടെയും അവിഹിതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെ, ആ ഒരു ദിലീപിന് അവിഹിതം ഉണ്ടോ ക്ലിക്ക് ചെയ്യുമ്പോ ഇല്ല. എനിക്ക് ഏറ്റവും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാധനം കണ്ടാണ്, മഞ്ജു പിള്ള മകളെ ഏൽപ്പിച്ച് പോയി പുതിയൊരു ജീവിതത്തിലേക്ക്, അമ്മയെ ഏൽപ്പിച്ച് മഞ്ജു പിള്ള മകളെ അമ്മയെ ഏൽപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പോയി. അപ്പൊ നമ്മളെന്താണ് വിചാരിക്കുന്നത്, മഞ്ജുജി വീണ്ടും കല്യാണം കഴിക്കുവാണോ? ആ ഒരു സാധനമാണല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം കണ്ടപോലെ ഇതേത്തെ ഒരു പൂർ ന്യൂസ് ആണ്, ഓപ്പൺ ആക്കി അതിന്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കമന്റ് എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ ഇത് കലിപ്പുള്ളവരിൽ ഒരാൾ വായിച്ച് ദേഷ്യം വരുന്ന ഒരാൾ കമന്റിലിടും, ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അതിന് വേണ്ടി ആരും കുത്തണ്ടെന്നുള്ളതാണ് സംഭവം. നോക്കിയപ്പോൾ ഞാനും കണ്ടാണ് മഞ്ചേച്ചിയുടെ പോസ്റ്റ്. മഞ്ചേച്ചി കുറച്ചാൾ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഗോവ ചില്ല് ചെയ്യാൻ പോയപ്പോൾ മകളെ അമ്മ ഏൽപ്പിച്ചിട്ട് പോയി. ആ സാധനം അത് വാർത്തയാക്കേണ്ട ആവശ്യമുണ്ട്, ഒരാൾ ഗോവയിൽ പോയത്. അപ്പോൾ ഒരു കാര്യമില്ല, അത് മകളെ ഏൽപ്പിച്ചെന്ന് എവിടെ പറഞ്ഞു കാണത്തില്ല. അപ്പോൾ അവരാലോചിക്കും മഞ്ചേച്ചി ഒറ്റയ്ക്കേ പോയിട്ടുള്ളൂ, ഫോട്ടോയിലൊന്നും മകളില്ല, അല്ലെങ്കിൽ കാണാറുണ്ടല്ലോ. അപ്പോൾ മകളെ അമ്മ ഏൽപ്പിച്ച് കാണും. അപ്പോൾ അമ്മ ഏൽപ്പിച്ച് മഞ്ജു പോയി പുതിയൊരു ജീവിതത്തിൽ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ പാപ്പരാസി കൾച്ചർ ഞാൻ അപ്പം തന്നെ ആ ചാനൽ എടുത്തിട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് ഇതുപോലത്തെ വൃത്തികെട്ട സാധനം വരുന്ന ഇഷ്ടമല്ല. ഏറ്റവും വെറുപ്പുള്ള ഒരു കേസാണ് ഞാനിപ്പോ പറഞ്ഞപ്പോ 2 ഓർത്ത. ഇതൊക്കെ ചെയ്യാൻ ഒരാൾക്ക് ഇതൊരാളുടെ ജോലിയാണ്. മഞ്ജു ചേച്ചിയുടെ ഫോട്ടോയെ നോക്കി മഞ്ജു ചേച്ചിയുടെ മോളിൽ സെലിബ്രിറ്റീസ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ അവരുടെ ഫോട്ടോ അത് പേടാടാ, അത് പേടാണ്. നീ ആസ് എ സെലിബ്രിറ്റി നീ കാശ് കൊടുത്താ അതുപോലെ ആൾക്കാർ വന്ന് എടുക്കും എന്നുള്ളതാണ്. എല്ലാം പേടാണ്. അവരെന്നെ കാശ് കൊടുത്ത് ആളെ വരുത്തുന്നതാണ്. അതായത് ജയറാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ നമ്മൾ ഈ റെഡ് കാർപ്പറ്റ് എന്ന പേരിൽ ക്യാൻസലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സമയത്ത് സീസൺ അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമുക്ക് റെഡ് കാർപ്പറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. എന്തിന് നിങ്ങൾ ഈ എയർപോർട്ടിൽ കാണുന്ന തള്ളിക്കയറ്റമുണ്ടല്ലോ പലപ്പോഴും. അല്ലാതെ ഞങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇവർ അറിയുന്നത് എൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്, അല്ലാതെ ഒരാൾ 24 മണിക്കൂർ എയർപോർട്ടിൽ പോയി നിൽക്കാൻ പറ്റും, അതൊന്നും പോസിബിൾ അല്ല. അങ്ങനെ ആൾക്കാരുണ്ട്. എയർപോർട്ട് ഫോട്ടോഗ്രാഫി, മോൾ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. ഈ വൈറൽ ബിയാനി എന്ന് പറഞ്ഞ പേജ് ഇതേപോലെ നീ പേഡായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പേജാണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ മോളെ എനിക്ക് സ്റ്റാർ ആക്കണമെങ്കിൽ ഞാൻ വൈറൽ ബിയാനിയിൽ ഇടുമ്പം ഈ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഇവളെന്തോ സെലിബ്രിറ്റി ആണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഒന്ന് ഫോട്ടോ ഇവര് സ്ഥിരം ചെയ്യുന്ന കണ്ടിരിക്കുന്ന ഇവര് സെലിബ്രിറ്റീസ് ജിമ്മിൽ പോകുമ്പോൾ അതിന്റെ പറയുന്നത് മാഡം അല്ല ഇതിപ്പം അവരും അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നിറഞ്ഞു നിൽക്കണം. ഇത് ആൾക്കാർ മറന്നു പോകും. കാരണം അത്രത്തോളം ഇൻഫർമേഷൻ, അത്രത്തോളം എന്റർടൈൻമെന്റ്, അത്രത്തോളം കോണ്ടന്റ്സ്, അത്രത്തോളം ആർട്ടിസ്റ്റുകൾ, ഇൻഫ്ലുവൻസേഴ്സ്, ഇത് നിറഞ്ഞു നിൽക്കുക. പണ്ട് നമുക്ക് ആകെ ഒരു പ്രേം നസീർ 1500 പടത്തിൽ അഭിനയിക്കും, ഒരു സത്യമാശ ഉണ്ടായത്. ഇപ്പൊ അങ്ങനെയല്ല സിറ്റുവേഷൻ. 500 സിനിമാ നടന്മാര്, 25,000 സെലിബ്രിറ്റീസ്, 35,000 ഇൻഫ്ലുവൻസേഴ്സ്. ആൾക്കാർ കണ്ണുകൾ
അല്ല ഇത്രയും പേരുടെ ഇടയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്നും എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും കാണണം. സിനിമയിൽ എടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആ ഒരു ഫോളോവേഴ്സ് കൗണ്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഇപ്പൊ മാറ്റർ ചെയ്യുള്ളൂ. അല്ല ഈ സാധാരണ ചെറിയ റോൾസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇന്നത്തെ ലോകത്തിൽ ഫ്രീ പ്രൊമോഷൻ എന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. ഇന്നത്തെ ലോകത്ത് നമ്മളിപ്പോ വാതിൽ തുറക്കുന്നതാണ് നമ്മുടെ ഒരു സ്കില്ലെന്ന് വിചാരിക്കുക. അതിന് 500K ഫോളോവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജീവിതമാർഗമായിട്ട് മാറ്റാം അല്ലേ? ഒരു കലാകാരനാവേണ്ട കാര്യമില്ല. റീല് പ്രൊമോട്ട് ചെയ്ത് സ്റ്റോറി ഇട്ടാൽ മതി. അതെ അതെ, ഇന്ന് എന്ത് ചെയ്താലും ഫോളോവർ ഉണ്ടെങ്കിൽ എപ്പിസോഡിന് ശേഷം നമ്മൾ ദീപക് മോഹൻ ജനൽ തുറക്കുന്ന റീൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതെ, ഞാൻ ജനൽ തുറക്കുന്ന ആദ്യത്തെ ഇൻഫ്ലുവൻസർ. പക്ഷെ ഈ ജനൽ തുറക്കാൻ പറ്റുകയാണ്, ഇത് ആൾക്കാർ കാണാൻ പറ്റില്ല. ഈ ജനൽ തുറക്കാൻ പറ്റുകയാണ്, അത് വലിയ സ്കില്ല് തന്നെയായിരിക്കും. അത് പ്രോപ്പാണ്. നമ്മുടെ ക്യാമറയിൽ ഇത് കവർ ചെയ്യാമോ? ഇല്ലല്ലോ അല്ലേ? ഈ ജനൽ വരത്തില്ലല്ലോ. ആ ജനൽ വരില്ലേ? അതായത് ദീപകിന്റെ പുറകിലുള്ള ജനൽ വരുമല്ലോ, ആ ജനൽ തുറക്കുവാണെങ്കിൽ വൻകിടില്ല. ഓപ്പർച്യൂണിറ്റീസ് ആണ്. ന്യൂസ് അല്ല, എനിക്ക് ഏറ്റവും വേറെ ഇതുപോലെ ഈ ഫേസ്ബുക്കിലുള്ള പ്രശ്നം ഈ ആൾക്കാരെ കൊണ്ട് ബാക്കി വായിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ അത് ടോപ്പ്. ശരിക്കും ജേർണലിസത്തിൽ വെറുതെ ഇരുന്നവനെ വിളിച്ചു നിർത്തി അദ്ദേഹം പറയല്ലേ പറഞ്ഞു തുടങ്ങി, അതിന്റെ ഇടയ്ക്ക് കയറിയില്ലെങ്കിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ഇഷ്ടമല്ല, അതിൽ പറയുമ്പോൾ ഇടയ്ക്ക് കയറുന്നത് ഇഷ്ടം. ഇയാൾ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് കൊടുത്താൽ ആ ഗുണം നിർത്തുന്നത്. അതിന് ഭയങ്കര ലൈക്ക് നന്നായിട്ട് 6 കിലോ ഓടുകയും ചെയ്തായിരുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ആദ്യമൊക്കെ കമന്റിൽ ആൾക്കാർ പറ്റിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. ഭയങ്കര മിസ്റ്ററി ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കാണുമെന്ന് വെച്ചോ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഈ വീട്ടിൽ ഭയങ്കര ദുരൂഹതയുണ്ട്, ഇവിടെ കുറേ കാലമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഫസ്റ്റ് കമൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് കാണും ഇവിടെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ന ഇതിൽ വരുന്നവരാണ്, ഇന്ന ആൾ മറ്റേ ഇത് വന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ചരിത്രമൊക്കെ പറഞ്ഞ് നമ്മളിതിങ്ങനെ വായിച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് റീഡ് മോർന്ന് എഴുതിയേക്കും. അപ്പം നമ്മൾ കുത്തുമ്പോൾ അത് അനങ്ങത്തേക്കും. കാരണം ഇവർ 3 കുത്തിട്ടിട്ട് റീഡ് മോർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് 3 കുത്തിട്ടേക്കും. പറ്റിക്കാൻ ചെയ്യുന്ന രസമുള്ള പരിപാടിയാണ് ഈ സാധനം. മാതൃഭൂമി മനോരമ അടക്കം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ അതായത് ഇവർ ഇരുന്ന് പോസ്റ്റിൻ്റെ ക്യാപ്ഷനിൽ ഇവർ ആ ഫസ്റ്റ് അതായത് ഒരു 2 ലൈൻ സാധനം കാണും, ഇതിൻ്റെ ഒരു ഷോർട്ട് ഒരു ഐഡിയ, ആ 2 ലൈന് മേളിൽ പറഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളു ന്യൂസ്. അതാണ് പ്രശ്നം. ഇവർ ഇത്തരം ടൈപ്പ് ചെയ്ത് റീഡ് മോർ, അതെന്ത് വൃത്തികെട്ട പരിപാടിയാണ്. അതായത് അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെന്നേ. അതായത് അവർ ക്യാപ്ഷനിൽ ആ റീഡ് മോർ ടൈപ്പ് ചെയ്തിട്ടേക്കും. അപ്പോൾ നമ്മളത് കുത്തുമ്പോൾ പറ്റാത്തപ്പം എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആൾക്കാർ ഇത് നെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അവർക്ക് ഇത് കിട്ടുന്നില്ല, അതുകൊണ്ട് താഴത്തെ ഫുൾ ലിങ്ക് കുത്തി കണ്ടേക്കാന്ന് വിചാരിച്ച് എടുത്ത് വായിക്കുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും. അങ്ങനെയൊക്കെ എന്തിനാണ് ആൾക്കാരെ പറ്റിയുന്നില്ല. അങ്ങനെ ആ ജോലി ചെയ്യുന്ന ആൾക്ക് കാശ് അങ്ങനെയാണ് കിട്ടുന്നത്. ക്ലിക്ക് വെച്ചിട്ട് അയാൾക്ക് ടാർഗറ്റ് ഉണ്ട്, അയാൾ എഴുതുന്ന ആർട്ടിക്കിളിലോട്ട് ഇത്ര ക്ലിക്ക് വേണമെന്നുള്ള. എല്ലാം തന്നെ ബിസിനസ്സാണ്. ഇതൊരു ബിസിനസ് ആണെന്നുള്ളത് ആൾക്കാരെ മനസ്സിലാക്കിയാൽ മതി. അതാണ് എനിക്കിതിനകത്ത് ഇത് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇത്രയും മീഡിയാസ് വേണം, ഇത്രയും ഓൺലൈൻ മീഡിയാസ് വേണം. ഇപ്പം നമ്മളും ചെയ്യുന്ന ഒരു തരത്തിൽ മീഡിയയുടെ വേറൊരു പാർട്ടാണ്, എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ വാട്ടവർ നമ്മൾ ചെയ്യുന്നതിൻ്റെ പാർട്ടാണ്. ഇപ്പം ഇത്രയൊക്കെ വേണോ, എല്ലാവരും ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യ സമയമുള്ളവർ ചെയ്യട്ടെ, സൗകര്യ സമയമുള്ളവർ കാണട്ടെ, ഇതിങ്ങനെ തന്നെ പോയിക്കോട്ടെ. പക്ഷേ ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ബിസിനസ് ആണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതാണ് ഒതൻറ്റിക്. ഇപ്പം നമ്മൾ പറയുന്നതാണ് ആരും വിശ്വസിക്കുന്നില്ല, നമ്മൾ പറയുന്നത് ഒതൻറ്റിക് എന്ന്. അതുപോലെ മീഡിയാസ് പറയുന്നത് ഒതൻറ്റിക് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഓൺലൈൻ മീഡിയാസിനകത്തൊക്കെ ഇത്തരം തള്ളിക്കയറി നടക്കുന്നത് അതാണ് എന്ന് വിശ്വസിക്കില്ലേ. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫാണ്, അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ്, അല്ലെ അവർ പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കാണിക്കുന്ന പ്രൊഡക്റ്റാണ്, ഇതാണ് ലൈഫിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന പ്രൊഡക്റ്റ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇതെല്ലാം ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ. കാരണം ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇത് പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് പുഷ് ചെയ്ത പ്രോഡക്റ്റ് എന്തെങ്കിലും ഞാൻ ഒരു സാധനം വാങ്ങിക്കും, എന്നോട് ചോദിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അബൂസാണ്, അനാസാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അബു എന്തെങ്കിലും വാങ്ങിച്ചു അത് എവിടുന്ന് പുഷ് ചെയ്ത് കിട്ടി വാങ്ങിക്കുന്നത് എനിക്കറിയത്തില്ല, ഞാനൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ പഴയ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഈ ആംബയുടെ ഒക്കെ കൂടെ വരുന്ന ആൾക്കാരില്ലേ, ഇത് കഴിച്ചാൽ നമ്മളങ്ങ് അങ്ങനെ ആയിപ്പോന്നൊക്കെ പറഞ്ഞു. ഇത് ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ക്രിപ്റ്റോ എടുക്കാൻ പറഞ്ഞില്ല എല്ലാരും മൂഞ്ചിയില്ലേ. ക്രിപ്റ്റോ ഇടയ്ക്ക് വെച്ച് ഫുൾ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ദുൽഖർ സൽമാൻ വരെ, അതെ ദുൽഖർ സൽമാൻ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിപ്റ്റോ എടുക്കുക ഇത്ര ക്രിപ്റ്റോ എടുത്ത ഇത്ര. ഇപ്പം ലാൽ ജംഗ്ലി റമ്മി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ കുഴപ്പമില്ല. എനിക്ക് ലാലിന് ഒരു ആഡിനെ പിടിച്ച് അത് എന്ത് പ്രോഡക്റ്റും ജംഗ്ലി റമ്പി ആക്കാം, ക്രിപ്റ്റോ ആക്കാം. അല്ല, ഇവരിത് പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, പൈസക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു വാർത്ത വരുമ്പോഴും അതും പരസ്യമാണ്, അത് ഇപ്പോൾ ഒരു തരത്തിൽ പരസ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ പലപ്പോഴും പരസ്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷനാണ്, അതായത് ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും,
ഞാൻ എന്തിനാണ് കാശിന് നോ പറയണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലരും ചെയ്യുന്നത്. ഇപ്പം ഈ ഫിനാൻഷ്യൽ ബെറ്റിംഗ് എത്രത്തോളം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അത് ഇന്ത്യൻ ടീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, Dream11. അതെന്തൊരു ഡേഞ്ചറസ് സാധനമാണ് സത്യം പറഞ്ഞാൽ. അത് ശരിക്കും അഡിക്ഷൻ, അതിൻ്റെ വാർണിംഗും അവർ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ട് വല്ല അഡിക്ഷൻ ഉണ്ടാക്കും കേട്ടോ. ഓ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണി എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും ദേവതുല്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവര് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ടോ എന്നാൽ ഇട് കളി. അത് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇവര് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഗെയിമായിട്ട് അത് ഇങ്ങനെ പാക്കേജ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ലൂപ്പ് ഹോൾസ് ആണ് അതൊക്കെ. അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ഗാംബ്ലിംഗ് ഒക്കെ കേട്ടോ. അത് മഹാദേവൻ പറഞ്ഞ് അല്ല ദീപക് പറഞ്ഞ ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ക്ലിക്ക് ബേറ്റ് ടൈറ്റിൽസ് എഴുതണേന് ഇപ്പം അനീസിക്ക ഇപ്പൊ എനിക്കാണെങ്കിൽ നടിയോട് എന്ത് ചോദിച്ചു എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അനീസിക്ക സിഗരറ്റ് വലി തുടങ്ങിയോ? ഇല്ല ഇല്ല ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സത്യമാണ് പറഞ്ഞത്, അനീസിക്ക സിഗരറ്റ് വലി തുടങ്ങിയില്ല. പക്ഷെ നമുക്ക് ടൈറ്റിൽ അങ്ങനെ എഴുതാം, അനീസിക്ക സിഗരറ്റ് വലി തുടങ്ങിയോ. ദാറ്റ് ഇസ് എ ഹെഡ്ലൈൻ വിച്ച് ക്യാൻ ബി ആൻസേർഡ് വിത്ത് എ നോ ഇസ് എ ലെജിറ്റ് ഹെഡ്ലൈൻ എന്നാണ് ഇവരെ പഠിപ്പിച്ച് വിടുന്നത്. മനസ്സിലായില്ലേ? അത് ക്ലിക്ക് ബേറ്റ് എഴുതാൻ ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഇവിടെ പ്രശ്നം എവിടെ കിടക്കുന്നത് വെച്ചാൽ ദേവൻ ചോദിച്ച പോലെ ഇത് ന്യൂസ് ആവേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു കണ്ടന്റ് ഇന്ന് വേണം എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. ഞാനിവിടെ സീനിലും ഇല്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നത് ഒരു ചോദ്യമല്ല, ഞാൻ വലിക്കാറുമില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ പ്രൊമോട്ട് ആദ്യത്തെ 2 പാരഗ്രാഫ് അനീസും ലത്തീഫ് കേരളത്തിലെ ഒരു പ്രമുഖ സ്റ്റാൻഡപ്പ് കോമിക്കാണ്, ഇന്ന സാധനങ്ങളാണ് ചെയ്തിട്ടുള്ള, അയാൾ ഇവിടെ മഴയിൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്ന പരിപാടിയുണ്ട്, മറ്റേ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ബിരുദം പഠിച്ചു മറ്റേ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവസാനത്തെ ലൈനിൽ പറയും എങ്ങനെ വലിഞ്ഞാലും സിഗരറ്റ് ജീവിതത്തിൽ കൈകൊണ്ട് തൊടൂല എന്നാണ് അനീസ് പറഞ്ഞിരുന്നത്. 2018 നടന്നൊരു സമ്മേളനത്തിനിടയിലായിരുന്നു അനീസ് ഇത് പറഞ്ഞതെന്ന് വല്ലതും പറഞ്ഞ ഒറ്റ സാധനത്തിൽ ആ ലാസ്റ്റ് 4 ലൈനിലെ സാധനം പറയും. അതുവരെ വെറുതെ നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എസ് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പം തുടക്കം തൊട്ട് എഴുതുന്ന പോലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ. ആ പേജിലൊക്കെ ഇരിക്കുന്ന ആഡ് കുറെ ആഡ്സ് ഇവർക്ക് റവന്യൂ വരുന്ന. കൊച്ചിയിലെ സ്ത്രീ 25 ലക്ഷം രൂപ ഉണ്ടാക്കി എങ്ങനെയെന്ന് നോക്കൂ. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അവര് ജോലിക്ക് പോയി. ഏതൊരു സ്ത്രീ ജോലിക്ക് പോയി, അവർക്ക് 35,000 രൂപ ജോലി വരുമാനമുണ്ട്, 1.5 വർഷം കൊണ്ട് അത് കാശ് കിട്ടി. ഇത് ഈ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ ഒരു എപ്പിസോഡ് പോലെ എങ്ങനെ കാശ് പണിയെടുക്കാതെ കാശ് ഉണ്ടാക്കാമെന്ന് വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ ജോലിക്ക് പോകണമെന്ന് നമ്മളിത് തന്നെ ചെയ്യുന്നല്ലേ. പിന്നെ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പറയുമ്പോൾ ഓക്കെ എലക്ഷൻസ് വരെ എന്താ പറയാ ചായ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ മീഡിയ. ഫേസ്ബുക്കിൽ ഇടയ്ക്ക് വെച്ച് US ഇലക്ഷന്റെ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ US ഫേസ്ബുക്ക് US-കാരുടെയൊക്കെ ഡേറ്റ എടുത്ത് കാംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന് പറഞ്ഞൊരു കമ്പനി കൊടുത്തു. ആ സമയത്ത് US ഫേസ്ബുക്കിൽ ഡാർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് സ്പോൺസേർഡ് ആഡ് സ്പോൺസർഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ അതിപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. ചിലപ്പം ഫേസ്ബുക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അപ്പം ഇപ്പം അനീസിക്ക കാശ് കൊടുത്തിട്ട് അനീസിക്ക സുന്ദരനാണ്, സുശീലനാണ്, സുമുഖനാണെന്ന് പറഞ്ഞൊരു സാധനം ആർട്ടിക്കിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആണോ താഴെ ഇല്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പോൺസേർഡ് ആണെന്ന് പോലും കാണിക്കണ്ട. അപ്പോൾ അത് വേറെ ലെവലൊരു മാനിപ്പുലേഷൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻഫ്ലുവൻസേഴ്സിനും റൂളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രിക്ട്ലി ആഡ് എന്ന് എഴുതി കാണിക്കണം. കാരണം ആഡ് എന്ന് എഴുതി കാണിച്ചില്ലെങ്കിൽ അത് വെറും ചെറ്റത്തരമല്ലേ, കാശ് മേടിച്ചിട്ട്. പക്ഷെ കാശ് കിട്ടിയാൽ ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യും. അല്ല നമ്മൾ ചെയ്യും, നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആഡ് പോകുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആഡിനെ എൻഡോഴ്സ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ യൂട്യൂബ് നമ്മൾക്ക് ചോയ്സ് ഇല്ല, അത് ഏത് ആഡാണ് നമ്മുടെ കയ്യിൽ വരുന്നത് എന്നുള്ളത് ചോയ്സ് പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത് നല്ലതും ചീത്തയും പോലും നമുക്ക് തിരിക്കാൻ പറ്റാത്ത ഇൻഡസ്ട്രി നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. നമ്മളത് ഓപ്പണായിട്ട് സമ്മതിക്കണം. എഡ്യൂക്കേഷൻ ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നതും ഇപ്പം ഈ Dream11 ആഡ് ശരിക്കും ധോണി ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണല്ലേ. കാരണം അയാൾ കിട്ടുന്ന കാശ് പെട്ടെന്ന് ഡബിൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടിട്ട് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇല്ല എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷെ ധോണി അത് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ധോണിക്ക് വേണ്ട വീട്ടിൽ അരി മേടിക്കണ്ടേ. അതെ, അംബാനി തന്നെ ഒരു കല്യാണം നടത്തി, പുള്ളിക്കാരൻ എന്ത് വിഷമത്തിലായിരുന്നു റേറ്റ് കൂട്ടാൻ പോവാ. അപ്പൊ കല്യാണം അടിപൊളിയായിട്ടാണ് കുറെ കണ്ടന്റ് എല്ലാരും കണ്ടു. അത് കഴിഞ്ഞ പുള്ളി ഇതിന്റെ പുറകെ അനൗൺസ് ഈ വർഷം തൊട്ട് പല സ്കീമിന്റെ പൈസ കൂടുക. ആൾക്കാർ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇതെന്തിനാണ് ആൾക്കാർ ഇത്ര ഫോളോ ചെയ്യുന്നത്? വേറെ എന്തെല്ലാം നല്ല കണ്ടന്റ്സ് ഏത് ഫോളോ ചെയ്യുന്നു? ഈ കല്യാണം
അല്ലെ ഇടയ്ക്ക് വെച്ചിട്ട് ന്യൂസ് മൊത്തം അംബാനിയുടെ മോളുടെ അതീ പറഞ്ഞ പാപ്പരാസി കൾച്ചർ, പാപ്പരാസി എന്ന് പറയുമ്പോൾ നമുക്ക് സെലിബ്രിറ്റീസിന്റെ ലൈഫിനോട് ഒരു കൗതുകം ഉണ്ടല്ലോ എല്ലാവരും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില ലെവലിലൊക്കെ ആസ്പയർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ഈ ഒരു ഫെയിം എന്ന് പറയുന്ന സാധനം. അപ്പൊ അതുള്ളവരുടെ ലൈഫ് എങ്ങനെയെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാവില്ലേ? അത് സത്യം കഴിഞ്ഞാൽ ഞാനും ആലോചിക്കാറുണ്ട് നമ്മുടെ 45 മിനിറ്റ് പോഡ്കാസ്റ്റ് എന്തിനാ ആൾക്കാർ കാണുന്നതെന്ന്. കാരണം ഈ സാധനം ആൾക്കാർ നമ്മളോട് നിങ്ങളത് സംസാരിക്കുന്നത്, അപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ പറയുന്നത് നമ്മളത് സംസാരിക്കുന്നത് കേൾക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. അത് അവർക്കും അറിയാതെ ടോപ്പിക്ക്. ഇപ്പോൾ ടോപ്പിക്ക് നമ്മളോട് കമൻറ്റിൽ പറയുന്ന ആൾക്കാർ അവരത് പറയുന്നത് അവർക്ക് അതിനെപ്പറ്റി ധാരണയുള്ളതുകൊണ്ടാണല്ലോ അവരത് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു കേൾക്കണം, നമ്മുടെ ടേക്ക് എന്താണെന്ന് അറിയണം എന്നുള്ളതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്നത്. സോ അവർക്കത് കേൾക്കാതിരുന്നൂടെ? അത് ഇത്രയും ശോഷിച്ച ഒരു കളക്റ്റീവ് കേൾക്കുന്ന അവർക്ക് മമ്മൂട്ടി മോഹൻലാലിന്റെ സ്ഥാനത്തെപ്പറ്റി സംസാരിക്കണം. അയ്യോ അവിടെ മമ്മൂട്ടി എന്താ സംസാരിച്ചത്, മമ്മൂട്ടി എന്തിനാ അവിടെ പോയത്, മമ്മൂട്ടി ഡാൻസ് ചെയ്തോ, ലാലേട്ടൻ പ്രസംഗിച്ചോ, അതൊക്കെ ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, താല്പര്യമുണ്ട്. അതുകൊണ്ടാണത് സെല്ല് ചെയ്യപ്പെടുന്നത്. ഇപ്പം പക്ഷെ അവിടെ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ പ്രൈവസിയിലായിട്ടുള്ള ഒരു കടന്നുകയറ്റം, അത് ഒരു റൈറ്റ് ആയിട്ട് ആൾക്കാർ കണ്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. ഇങ്ങനെ സിദ്ദീഖ് നടൻ സിദ്ദീഖിന്റെ മകൻ മരിച്ച സമയത്ത് ഓൺലൈൻ മീഡിയ ഒക്കെ ചെന്ന് അതൊരു ആ വീഡിയോ എടുത്തിടുമ്പോൾ നമുക്ക് ഭയങ്കര ആ മനുഷ്യന് പ്രൈവസി കൊടുക്കാത്തൊരു സാധനം. അത് എല്ലാ മരണത്തിലും മുന്നേ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി ആൾക്കാർക്ക് ചെറുതായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇതിപ്പോൾ ആ സമയത്ത് നമ്മൾ പറയും എന്തൊരു മോശം പരിപാടി കാണിക്കുന്നത്. കാരണം ഒരു 50,000 പേര് കാണും, 100 പേരെങ്കിലും കാണും മീഡിയ എന്ന പേരിൽ. ഫിഗർ മരിക്കുമ്പോൾ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അത് കവർ ചെയ്യാൻ വരുന്നത് ഓക്കെ, അതായത് പുള്ളിയെ ആൾക്കാർ അവരുടെ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പക്ഷെ ഇത് പുള്ളിയുടെ ഒരു മകൻ മരിച്ച അതിനകത്തും പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പണ്ടായിരുന്നു, ഒരു 10 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ അവിടെ ചിലപ്പം ഈ പറഞ്ഞ അവിടെയും സെലിബ്രിറ്റി ഈ പറഞ്ഞ അങ്ങനെ ഒരാൾ മരിക്കുന്നിടത്ത് വരുന്നു എന്നുള്ളല്ലാതെ ഇതുപോലെ ഫാൻസ് കാണും. ചിലപ്പോൾ എല്ലാവർക്കും ഈ ഭയങ്കര വല്ല ഫേമസ് ആൾക്കാർ മരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഫുൾ ഒരു ഭയങ്കര വലിയ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നത് അത്രയും പേർക്ക് വന്ന് കാണണം എന്നുള്ള, അല്ലെ നമ്മളിപ്പോൾ വിചാരിക്കുന്നില്ല, നമ്മളിപ്പോൾ ഒരു തവണ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അത്രയും സ്നേഹം ഉള്ള ആൾക്കാർ കാണുമല്ലോ. ചിലപ്പോൾ അത്രയും ട്രാവൽ ചെയ്ത് വന്ന് കാണുന്നവരും ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് ടി വി കൂടെ ചിലപ്പോൾ കാണണം എന്നുള്ളവർക്ക് കാണാനായിരിക്കും അത് ചെയ്യുന്നത്. അതിനകത്ത് വലിയ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് 10 വർഷം മുന്നെയാണ് ഈ പറഞ്ഞ ചിലപ്പോൾ ആ ഒരു ചാനലുകൾ മാത്രമേ വരുന്നുള്ളായിരുന്നു. പക്ഷേ ഒരു 5 വർഷം മുന്നേ അല്ലേ അത് പിന്നിങ്ങോട്ട് നോക്കിയാൽ കുറച്ചുകൂടെ ഈ മെയിൻ സ്ട്രീം ചാനലുകാരല്ലാതെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും. പക്ഷെ ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അതിലെ പോകുന്ന മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് അവനും ഇത് പോസ്റ്റ് ചെയ്യുന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ സിദ്ദിഖിൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ 10-20 പേര് അത് മൊബൈൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആൾക്കാരൊരു കൗതുകത്തിന് എടുക്കുന്നതായിട്ടാണ് കാണുമ്പോഴും തോന്നുന്നത്. അതൊരു ഭയങ്കര മാത്രമല്ല അവർ ചിലപ്പോൾ ചെറിയ ഓൺലൈൻ കണ്ടന്റ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. പലരും ഫോണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര കാശാണ്, പെട്ടെന്ന് ഇത് കിട്ടിയാൽ അല്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവരും ഇത് ചിലപ്പോൾ എടുത്ത് അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് അപ്പാക്കും. ഇത് ആൾക്കാർ ആ സമയത്തും കണ്ടന്റ് ക്രിയേറ്റർ ആവാലോ. സിനിമാ നടന്മാർ വരുന്ന വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. അതായത് സുരേഷ് കൃഷ്ണ നടന്നു വരുന്നു, അദ്ദേഹം വരുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ അവിടെ സെലിബ്രിറ്റി സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്യേണ്ട ചില പോയിന്റുകളിലൊക്കെ പ്രൈവസി വല്ലാതെ ബ്രീച്ച് ആകപ്പെടുന്നു. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ നമ്മൾ റീസെൻ്റ്ലി ഇവർ ഈ മീഡിയക്കാർ, നമ്മൾ ഈ ഓൺലൈൻ മീഡിയക്കാരെ കുറ്റം പറയുമ്പോൾ തന്നെ മെയിൻ സ്ട്രീം മീഡിയക്കാർ വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കേസ് നടക്കുമ്പോൾ, പ്രശ്നങ്ങൾ നടന്ന വീട്ടിൽ മകൻ മരിച്ച അപ്പൻ്റെ അടുത്തൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ സമയം അതായത് മരിച്ച ഒരു ദിവസം ആകുന്ന ഇതിനെപ്പറ്റി നിങ്ങളുടെ ടേക്ക് എന്താണ് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തേക്ക് ക്യാമറയും മൈക്കുമായിട്ട് ഇടിച്ചു കയറുന്ന മെയിൻ സ്ട്രീം മീഡിയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിപ്പം ഓൺലൈൻ മീഡിയക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പ്രവർത്തനം മൊത്തം സ്പീഡാണ്, റാദർ ദാൻ കറക്റ്റ് സാധനം പെട്ടെന്ന് ആദ്യം ഈ സാധനം ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് പറയാം സാധ്യത ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ, അത് കട്ട് ചെയ്യുക, അടുത്ത സാധനം ഇടുക എന്നുള്ളതാണ്. ഞാൻ വായിച്ചതിൽ ഈ എനിക്ക് ഇതാകുന്നത് ഈ ഒരു വാർത്ത വന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമോഷണൽ സാധനം ഉണ്ട്, അവർ അതിനെ ഏറ്റവും കൂടുതൽ പിടിക്കാൻ നോക്കും. അതായത് ഇപ്പം പറയത്തില്ല മറ്റേ അച്ഛൻ മരിച്ചതിന് ശേഷം SSLC എഴുതാൻ പോയി അല്ല അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അവർ റിസൾട്ട് വരുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടിയമാർ അവരെ പൊക്കിയിട്ട് അന്ന് മറ്റേ അച്ഛൻ മരിച്ചിട്ട് പരീക്ഷ എഴുതിയാക്കി ഇത്ര മാർക്ക് എന്നുള്ള സാധനം കാണിക്കും. പിന്നെ എനിക്ക് ഏറ്റവും വൃത്തികെട്ടൊരു സാധനമായിട്ട് തോന്നിയ ഒരു ദിവസം ഞാൻ ഒരു വാർത്ത വായിക്കുമ്പോൾ ഒരു പയ്യൻ എവിടെ പോയിട്ട് വന്ന് കഴിക്കാൻ എനിക്കൊന്ന് ജോലിയൊന്നും ഉണ്ടോ, അത്ര പ്രായമുണ്ടോയെന്ന് അറിയത്തില്ല, ചെറിയ പയ്യൻ 18-19 വയസ്സ്. അവൻ രാത്രിയിൽ ആക്സിഡൻ്റായിട്ട് മരിച്ചു. ഇപ്പോൾ പിറ്റേ ദിവസം വാർത്ത വന്നേക്കുന്നതാണ്, മീൻ വറുത്ത് വെച്ച് കാത്തിരുന്ന അമ്മ എത്തിയത് മോഹൻ്റെ മൃത ശരീരം എന്ന്. അതൊരു ടൈറ്റിലാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. അത് സീരിയസ് ആയിട്ട് ഞാൻ തള്ളുന്നില്ല. മീൻ വറുത്ത് കാത്തിരുന്ന അമ്മ എത്തിയത് മകൻ്റെ മൃതശരീരം എന്ന് ക്യാപ്ഷൻ ഇടാൻ അതെങ്ങനെ പറ്റുന്നു എന്നുള്ള സാധനമുണ്ട്. അതായത് സംഭവം ഇതാണ്, അവൻ ലാസ്റ്റ് വരാറിറങ്ങുമ്പോൾ അമ്മയോട് കോൾ വിളിച്ചു, അമ്മയോട് ഫുഡ് എടുത്ത് വെച്ചോ ഞാനിപ്പോൾ എത്തും എന്ന് പറഞ്ഞു.
എന്നിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരുന്നു, ആള് വന്നില്ല, ആക്സിഡന്റ്. അതിനകത്ത് ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതിനെ അവന്മാര് ആ മീൻ വറുത്തതിന്റെ സാധനമൊക്കെ ഉപയോഗിച്ച് പറയുമ്പോൾ എന്തോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അവൻ വരുന്നു, രാവിലെ ഒന്ന് വീട്ടിൽ വന്ന് അകത്ത് നോക്കുന്നു, മീൻ വറുത്ത് വെച്ചേക്കുന്ന ആരും കഴിച്ചിട്ടില്ല, അത് കണക്ട് ചെയ്യുന്നു, പടാന്ന്. അതൊരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഏതെങ്കിലും എസ്പെഷ്യലി ക്രിക്കറ്റേഴ്സിന്റെ കൂട്ടത്തില്. ഇങ്ങനെ മലയാളികൾക്ക് പറയാനൊരു ക്രിക്കറ്റർ ഇല്ലാത്തൊരു സമയത്ത് എന്തെങ്കിലും ഒരു മലയാളി വേരുള്ള ഒരു ക്രിക്കറ്ററിനെ എടുത്തിട്ട് ഇയാൾക്ക് ഇഷ്ടം പുട്ടും കടലയും അമ്മ വെച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനെ. അതല്ല, നമുക്ക് ഈ റീക്രിയേഷൻ ചെയ്യല്ലോ അവര് ചില എപ്പിസോഡുകളിലൊക്കെ, ഈ ക്രൈം നടന്നതിന്റെ റീക്രിയേഷൻ. അതിങ്ങനെ അമ്മേ ഞാൻ രാവിലെ എഴുന്നേറ്റ് അത് വേറെ, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണേ, അങ്ങനെ 10 പ്രാവശ്യം പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് നിനക്കിത് വ്യക്തിപരമായ പേഴ്സണൽ ഹ്യൂമാനിറ്റേറിയൻ സാധനമാണ്. അവരെ സംബന്ധിച്ച് നമ്മളൊക്കെ ന്യൂസാണ്. അവരും ന്യൂസാണ്, നമ്മളും ന്യൂസാണ്. അപ്പോൾ ഈ കേസ്, ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു, ഇപ്പോൾ റിപ്പോർട്ടില്ല, ആക്സിഡൻറ്റിൽ ആ അച്ഛൻ മരിച്ചു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കൊച്ചിന് 14 വയസ്സ്. എങ്ങനെ കളിച്ചാലും കൊച്ചി +2 10 ഈ വർഷം വരും. ഇവർക്കൊരു ആർച്ചൈവ് ഫയൽ കാണും, അവരത് പോയി നോട്ട് ചെയ്ത് വയ്ക്കും, റിമൈൻഡർ ഇട്ടിട്ട്. ഇവർ കറക്റ്റായിട്ട് അവരുടെ ന്യൂസിൻ്റെ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നൊരു ടീം കാണുമല്ലോ ഉറപ്പായിട്ടും. അവർ നോക്കും ഈ സമയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ റിമൈൻഡേഴ്സ് എന്തെങ്കിലും അടിക്കാനുണ്ടോ. അപ്പോൾ അന്ന് ആ വലിയ ആക്സിഡൻറ്റിൽ മരിച്ച ആളുടെ കുട്ടികൾ SLC റിപ്പോർട്ട് തപ്പും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ന്യൂസിൻ്റെ അപ്പുറത്തേക്ക് മാനുഷിക വാല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിസിനസ് ന്യൂസ് അതുപോലെ മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ഇതുപോലെ എന്തെങ്കിലും ന്യൂസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ല, ഇയാൾ ഉറപ്പായിട്ട് ഇറക്കണം എന്നും പറഞ്ഞിട്ട്. അതെവിടെയോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവർ മരണത്തിന്റെ ഫീച്ചേഴ്സ് തെറ്റായിരിക്കും. കാരണം ആ സമയത്ത് പിന്നെ താമസമൊന്നും ഉണ്ടാവത്തില്ല. ടൈം, കാരണം, സ്ഥലം, ഇത് മാത്രം എടുത്ത് പ്ലേസ് ചെയ്യുക, അടിച്ചു വിടും. ബാക്കി സെന്റർ പേജിലൊക്കെ നമ്മൾ വിചാരിക്കും ഇതങ്ങനെ ഇത്ര ഫീച്ചേഴ്സ് ചെയ്യുന്ന, ആ ഫീച്ചേഴ്സൊക്കെ എന്നോ റെഡി ആയിരിക്കും. എങ്ങാനും ഇപ്പം നമ്മുടെ ലെജൻഡറി ആൾക്കാർ അമിതാഭ് ബച്ചനൊക്കെ ഇടയ്ക്ക് ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ എല്ലാം സീരിയസ് ആയിട്ട്, രജനീകാന്തൊക്കെ സമയത്തൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കായിരിക്കും. ഇപ്പം അടിക്കാം, തലൈവർ ഇറങ്ങി, തലൈനഗരത്തിന് എന്താകും എന്നൊക്കെ പറഞ്ഞ് മനോരമ ക്യാപ്ഷൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. മിസ്സായിരുന്നു, ഇത്തവണ മിസ്സായിരുന്നു, അയാൾ വന്നെന്ന് മനുഷ്യൻ സമ്മതിക്കത്തില്ല. ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു, നടന്നില്ല എന്നൊക്കെ. നിങ്ങൾക്ക് ഇതുപോലെ മീഡിയ ആയിട്ട് എന്തെങ്കിലും, നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമിക്സ് ആണല്ലോ, അങ്ങനെ മീഡിയ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? നമ്മളെ സംബന്ധിച്ചത് ഇപ്പോൾ ശരിക്കും മീഡിയയുടെ എക്സ്പോഷർ ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ അതായത് മീഡിയ നമ്മളെ ആവശ്യമില്ലാതെ കവർ ചെയ്താൽ നമുക്ക് നല്ലതാണ്, മീഡിയ നമ്മളെ പുറകെ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഓരോ സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ടിക്കറ്റ് വിറ്റ ഷോ മറ്റേ ട്രിവാൻഡ്രം എൻ്റെ കല്യാണം മുടങ്ങിയ ഷോ വിൽക്കാൻ പറ്റിയ നമുക്ക് ഒരു മീഡിയ ആംഗിൾ ഉള്ളതുകൊണ്ടായിരുന്നു. ചാനൽ ഇന്റർവ്യൂസ് കിട്ടിയതൊക്കെ അത്രയും കാര്യമാണ്. കാരണം അതിനകത്ത് ന്യൂസ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി അടുത്ത മഹാദേവന്റെ ഒരു കല്യാണം നടത്തി, അത് മുടക്കി ഒരു വലിയ ഷോ നടത്തി, 5ാമത് കല്യാണം നടത്തി, ഞങ്ങൾക്ക് 4 വരെ ആവാൻ അല്ലേ. ഇത് FB വരികയാണ്, തുരുതുര കല്യാണം മുടക്കുന്നവരോ ഇവർ എന്നിട്ട് താഴെ വരും ഇവരിങ്ങനെ പറയുക. കുറെ എല്ലാം എനിക്ക് തോന്നുന്നു നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റും ഇപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ലൈറ്റ് നിൽക്കുക, എന്തേലും പറഞ്ഞ് ഞാൻ തോറ്റതല്ല, ഞാൻ പിന്മാറിയതാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഉണ്ട്, സുരേഷ് ഗോപി ഇങ്ങനത്തെ കുറെ ഇവർ നടന്നു പോകണം, കാറെ കയറാൻ പോകണല്ലോ, എവിടെയെങ്കിലും വന്നിട്ട് പോകുന്നു, അങ്ങനത്തെ കുറേ വീഡിയോസ് സാധനങ്ങളൊക്കെ വരുമല്ലോ. അപ്പം ഇന്ന് സുരേഷ് ഗോപി ഇങ്ങനെ നടന്നു പോയിട്ടൊരു കാറിലോട്ട് കയറുന്നു, എവിടെ എന്തൊരു ഫംഗ്ഷൻ എന്തോ അറ്റൻഡ് ചെയ്തിട്ട് പോകുമ്പോൾ അപ്പോൾ ജോർജ് വന്നിട്ട് സുരേഷ് ഗോപി വിളിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവർ സംസാരിച്ചു പോയി, അതേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിന് അടിയിൽ കുറേ കമൻറ്റ് ഇതുപോലെ വന്നേക്കാണ്, പണ്ട് ഇയാളെ ആർക്കും വേണ്ടായിരുന്നു, പണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു, ഇപ്പം പുള്ളിക്ക് ഒരു സ്ഥാനവും പരിപാടിയൊക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും പുള്ളിയെ വേണം, എല്ലാവരും പുള്ളിയുടെ വരുന്നു എന്നുള്ള സാധനത്തിലാണ്. ഇത് ഒരാൾ പറഞ്ഞാൽ അടുത്താക്കും തോന്നും, ശരിയായിരിക്കും, നമ്മൾ ശരിയാണല്ലോ, വേറെ വീഡിയോസ് കാണുന്നില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മീഡിയക്കാർക്കല്ലായിരുന്നു സുരേഷ് ചേട്ടനെ വേണ്ടായിരുന്നത്, അല്ലേ? ശരിക്കും കുറേ കാലമായിട്ട് പുള്ളിയുടെ വീഡിയോസോ സാധനങ്ങളോ പുള്ളി ഇതുപോലെ എവിടെയെങ്കിലും പോകുന്നതോ വരുന്നതോ ആരും ഇടുന്നില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിയോട് കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ സുരേഷ് ഗോപി ഫ്രണ്ടിൽ ഡ്രൈവറിന് ഒരു അടി കൊടുക്കണം കണ്ടായിരുന്നു. അതിന്റെ താരം എഴുതിയിട്ടുണ്ട്, ഇയാൾക്ക് പവർ വന്നപ്പോൾ ഇയാളുടെ പഴയ വീഡിയോ ആണെന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ അല്ല, പഴയ വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാരെ എന്ത് കാണിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ കുറെ മീഡിയക്കാരാണ്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ശരി ഇപ്പൊ കുറെ ഇത് കാണുന്നുണ്ട്, ആൾക്കാരുടെ അഭിപ്രായങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരുപാട് നമുക്ക് മീഡിയ ഇത് കിട്ടുന്ന ഇൻഫ്ലുവൻസ് ഇപ്പൊ എല്ലാവരും മീഡിയ പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് ഒരാൾ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്താൽ പോലും അത് ന്യൂസ് റിയാക്ഷൻ പോലെയാണ്.
ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ നടക്കുന്ന കണ്ടോ. കാരണം മിക്കവാറും എല്ലാവരും ഒരു കൊച്ചു പത്രപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ റോളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വഴിയിൽ എന്തെങ്കിലും കണ്ടാൽ ഉടനെ നമ്മൾ വീഡിയോ എടുത്ത് ഇവിടെ നടക്കുന്ന കണ്ടോ എന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിലല്ല നിൽക്കുന്നത് ഇപ്പം. സോ ആക്ച്വലി മീഡിയ എന്ന് പറയുമ്പം ആ കമ്പനി കുറേ റെഗുലേഷൻ്റെ അടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ന്യൂസിൽ വരുന്ന ഒരു സാധനം ഹൈലി റെഗുലേറ്റഡ് ആണ്, കുറച്ച് സെൻസറിങ് ഉണ്ട്, അവർക്കൊരു ടീം ഉണ്ടായിരിക്കും, ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും ഇത് ചെക്ക് ചെയ്യാൻ, മനസ്സിലായില്ലേ? പക്ഷേ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ അവരെ ഒരു മീഡിയ കമ്പനി ആയിട്ടല്ല, ഒരു ടെക് കമ്പനി ആയിട്ടാണ് കാണുന്നത്. ഈവൻ ദോ അവരാണ് നമുക്ക് അൽഗോറിതമിക്കലി നമ്മൾ എന്താണ് കാണേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് വളരെ വലിയൊരു ലൂപ്പ് ഹോളാണ്. അപ്പം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചിട്ട്, എന്ത് ന്യൂസ് വേണമെങ്കിലും ഫേക്കായിട്ടൊരു ഇൻ്റർവ്യൂ ഇട്ടിട്ട് അത് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാൽ പോയി, മനസ്സിലായില്ലേ? അതിപ്പം അനീസിക്ക കണ്ട ഒരു സാധനം വേറൊരാളോട് കണ്ടതായിട്ട് പോലും അറിയാൻ പറ്റില്ല. അനീസിക്ക കാണുന്നത് ചിലപ്പം ഒരുപക്ഷെ അനീസിക്ക മാത്രം കാണുന്ന ഒരു സാധനമാണ്. അപ്പം അത് ഒരു റെഗുലേറ്ററി പോയിന്റ് ഓഫ് വ്യൂ, എസ്പെഷ്യലി ഇത്രയും ആൾക്കാരിലോട്ട് എത്തുന്ന ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ എത്തുന്ന ഒരു സാധനത്തിൽ അതൊരു ഭയങ്കര വലിയ ലൂപ്പ് ഹോളാണ്. അത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതൊരു റൗണ്ട് അടിക്കുമ്പോഴേക്കും അതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതതിന്റെ ഡാമേജ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അത് ഫേക്ക് ഇൻഫർമേഷൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഉദ്ദേശിച്ചത് എന്താണ്, അത് നടന്നിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം അതൊക്കെയാണ് ഈ സൈബർ സെൽസ് ചെയ്യുന്ന പരിപാടി. ഈ ഓരോരുത്തരുടെ IT സെൽ, ഓരോ പാർട്ടികളുടെ IT സെൽ ചെയ്യുന്ന ഒരു പരിപാടി ഏതാണ്. മാക്സിമം ആൾക്കാരിലോട്ട് ആ ഫേക്ക് ഇൻഫർമേഷൻ പുഷ് ചെയ്യും. അതൊരു റൗണ്ട് അടിക്കുമ്പോഴേക്കും ഉദ്ദേശിച്ച പരിപാടി നടന്നിട്ടുണ്ടാവും. അത് റിമൂവ് ചെയ്യപ്പെടുന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം. ഇതിന്റെ വേറൊരു വേർഷൻ എന്ന് വെച്ചാൽ ചിലരിപ്പം ഭയങ്കര കിഡിലായിട്ട് എഡിറ്റ് ചെയ്യുമല്ലോ. ചില സാധനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, എഡിറ്റ് ചെയ്താന്ന് മനസ്സിലാവും. ചിലത് എഡിറ്റ് ചെയ്താന്ന് എന്ത് ചെയ്താൽ മനസ്സിലാവാത്ത ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പയ്യൻ ചുമ്മാ ഈ നോർത്ത് ഇന്ത്യനൊക്കെ ചില നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസിൽ ഭയങ്കര കിഡിലെ എഡിറ്റിംഗ് പരിപാടികൾ നടക്കുന്ന, ചിലപ്പോൾ വിഷ്വലി കാണാൻ ഭയങ്കര സാധനം കാണില്ല, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ നമുക്ക് ചിലപ്പം അമേരിക്കയിൽ ഇരിക്കുന്ന ഒരുത്തൻ ചെയ്തിട്ടൊരു സാധനം ചെയ്ത 2-3 വിഷ്വൽ കാണിച്ചിട്ട് അവൻ എഡിറ്റിൻ്റെ പ്രോസസ്സും കാണിച്ചിട്ട് ആ സാധനം കാണിക്കാൻ നമുക്ക് ഇതിങ്ങനെ ചെയ്യാമെന്നുള്ള സാധനം വരും. ഈ പ്രോസസ്സ് കാണിക്കാതെ നേരെ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഒരു പയ്യൻ റോഡിലോട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ വണ്ടി റോഡ് ഭയങ്കര തിരക്കുള്ള ഹൈവേയിൽ ഇവനിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ബസ് വരും. ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക വണ്ടിയുടെ ഇടയിൽ കൂടെ. എന്നിട്ടൊരു ബസ് വരുമ്പോൾ ഇവർ റോഡിൽ കിടക്കും. അപ്പോൾ ബസ് അവന് മേളിൽ കൂടെ പോകും. ഒന്നും പറ്റത്തില്ല, അവരെന്നിട്ട് എഴുന്നേറ്റ് ഓടി പോകും. ഇത് എഡിറ്റാ. പക്ഷെ ഇത് റിപ്പോർട്ടറിലോ ഏതൊരു ഫേമസ് ന്യൂസ് ചാനലിൽ ഇതുവരെ ജീവൻ പണയം വെച്ചിട്ട് സാഹസികം കാണിച്ച് വീഡിയോ എടുക്കണം യുവാവെന്ന് പറഞ്ഞിട്ട് ഇത് ന്യൂസായിട്ട് വന്നേക്കുന്നു. അപ്പോൾ എന്നിട്ട് അതിന്റെ റീല് വന്നേക്കുക, ഇത് ഫേക്കാ, ഇത് എഡിറ്റാന്ന് ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ട്. ഇതിനകത്ത് ഇപ്പൊ ഏതാ സത്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ 3 റൗണ്ട് കണ്ടു. ഇതിലിപ്പോ ഇങ്ങനെ ഓഡിയോ, ഇത് എഡിറ്റ് ചെയ്യണോ, ഇനി ഇത് TV റിപ്പോർട്ട് ചെയ്തോ, ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് കാരണം ഇപ്പൊ കുറെ സമയത്ത് നടക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഏഷ്യാനെറ്റ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏഷ്യാനെ അടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഏഷ്യാനെറ്റ് സപ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും, ഇവരെ അടിക്കാൻ വേണ്ടി അവരിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ഇവർ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് അത് വരും, ഇവർ റിപ്പോർട്ട് ചെയ്തു എന്ന് വന്നാൽ ഫേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുള്ള റിപ്പോർട്ടർ ഫേക്ക് ആയിരുന്നു എന്ന് പറയും. അപ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ നടക്കും. ആദ്യത്തെ 2 ദിവസം അയാളെ കുറ്റം പറയും, അയാളെന്ത് പട്ടിച്ചേറ്റ. 3-ാമത്തെ ദിവസം ഏതെങ്കിലും ഒരാൾ ഇല്ല അയാളല്ല മറ്റേ പെണ്ണാണ് ഇതിന്റെ ഇത്. പിന്നെ 2 ദിവസം വീണ്ടും ഇത് കഴിഞ്ഞ് വീണ്ടും ഫ്ലിപ്പ് ചെയ്യും, ഇപ്പുറത്തേക്ക് വരും. പക്ഷെ ഇപ്പോഴും ഫ്ലിപ്പ് ആകാത്ത സംഭവം നമ്മളാണ്. അവസാനം 6 മാസമായിട്ട് നമ്മള് ഫ്ലിപ്പ് വന്നിട്ടില്ല നമുക്ക്. അല്ല, നമ്മൾ ശരിയാ പറഞ്ഞ. സാധാരണ എല്ലാവരും ഒരു സാധനം ഒരു വൈറൽ വീഡിയോ വരും, അത് ഡാമേജ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ കവച്ച് വെക്കുന്ന ഒരു വൈറൽ വീഡിയോ വരും. നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വൈറൽ വീഡിയോ നമ്മുടെ റോസ്റ്റ് ചെയ്യുന്ന ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് പോയത് ഭയങ്കര വൈറലാണ്. 1.5 കോടി പേരൊക്കെ ആൾക്കാർ കണ്ട റീലുണ്ട്. പക്ഷെ അതിനെ തിരിച്ചു വെക്കുന്ന റീൽ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ആർക്കും അറിയത്തില്ല. നമ്മളിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റീല് കട്ട് ചെയ്തില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എത്ര പേര് മനസ്സിലാക്കും. കാരണം നമ്മളെ തെറി വിളിച്ച് അതായത് അതിനകത്തൊരു കണ്ടന്റും ഇല്ല. നമ്മളതേ വിഷ്വൽ എടുത്തിട്ട് ഒരാൾ സംസാരിച്ചിട്ട് ഇവനെ എവിടെ കിട്ടും, ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ അനീസൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ എനിക്ക് നേരിട്ട് തല്ലണം എന്ന് തെറി വിളിക്കണം എന്ന് പറഞ്ഞ് സാധനം ഇടുന്നതാണ്. അപ്പോൾ ആൾക്കാർ വികാരം, അതായത് ഞാനടക്കം 1000 പേര് പറയേണ്ട സാധനമാണ് ഇവൻ പറയുന്നതെന്നുള്ളൊരു വികാരത്തിലാണ് ആ സാധനം ഓടുന്നത്. അല്ലാതെ അവൻ്റേതായുള്ളൊരു ഇൻപുട്ടോ ഒന്നും അതിനകത്തില്ല. വേറെ നമ്മുടെ വീഡിയോയും അത്രയും വലിയ കണ്ടന്റ് പ്രശ്നമാണെന്നുള്ള പ്രതികരണത്തിലാണത് ഓടുന്നത്.
അത് ആണ് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ വന്നതിൽ ഓടിയ വീഡിയോ 13 മില്യൺ ഓടിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇത് ഭയങ്കര വലിയ വൈറലാവുന്നതിന് മുന്നേ നമ്മൾ ആ സമയത്ത് നമ്മളെ ടാഗ് ചെയ്താണല്ലോ ഇത് വരുന്നത്. അപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ആദ്യത്തെ കുറേ. ഞാനും ജോൺ ചേട്ടനും നദി നോക്കിയിട്ടില്ല, പക്ഷെ അനീസൊക്കെ എല്ലാം നോക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത റെസ്പോണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അനീസൊക്കെ എന്നെ സമീപിച്ച വേറെ രീതിക്കാണ്, പക്ഷെ അത് കുറേയൊക്കെ പുള്ളി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പുള്ളിക്കാരൻ അനീസക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഞാനാണിത് പറഞ്ഞത് എന്നുള്ള സാധനം പറഞ്ഞത്. അതായത് ഇവന്റെ ഐഡിയ എനിക്കൊന്ന് തൊപ്പിത്തോ, എനിക്ക് ഇവനെ തെറി വിളിക്കണം എന്നാണ് പറഞ്ഞത്. ആ ഐഡിയ അനീസക്ക് മെസ്സേജ് അയച്ചപ്പോൾ പുള്ളിക്കാരൻ അനീസക്ക് റിപ്ലൈ അയച്ചു. ബ്രോ അത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെയാണ്, നമ്മൾ ഓരോന്ന് പറയും, ഞാൻ ഓരോന്ന് പറയും. അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവൻ ഈ തെറി വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 10,000 പേരെ താഴെ വന്ന് ഐഡി കൊടുത്തേക്കുന്ന പുള്ളിയുടെ. ഇത് കിട്ടിയിട്ട് ഇവൻ തെറി വിളിക്കുന്നില്ല, ആള് വന്നിട്ട് ഇവൻ വിളിച്ചിട്ടില്ല, ഇവന് എനിക്ക് തെറി വിളിക്കാൻ അറിയത്തില്ല ബ്രോ എന്നോ പുള്ളി പറഞ്ഞു. അപ്പൊ ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആൾക്കാർ ഈ 13 ആൾക്കാരുടെ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഇത് കണ്ടിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഈ തിളച്ചിട്ട് എനിക്ക് ചിലപ്പോൾ കോള് വരും, ഇയാളുടെ പ്രൊഫൈൽ എൻ്റെ നമ്പറാണല്ലോ, വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടോൺ കിട്ടില്ല, ഹലോ അല്ലേ, തിളച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറയും ഒരു കാര്യം ചെയ്യൂ, ഇൻസ്റ്റാഗ്രാമിൽ അനീസം ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പുള്ളി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ ഓക്കേ അല്ല, ഒരു ഇൻഫർമേഷൻ്റെ പകുതിക്ക് വെച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ, അതായത് നമ്മുടെ റോസ്റ്റ് ആണെന്നുള്ള സാധനത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇനി ഇൻ്റർവ്യൂവിൽ സ്ത്രീയോട് അപമര്യാദയെ പെരുമാറുന്ന കണ്ടോ എന്നുള്ള രീതിയിൽ, എന്നിട്ട് ആ പെൺകുട്ടിയുടെ വിഷ്വലിൻ്റെ ഇങ്ങനെ സാഡ് മ്യൂസിക് കിട്ടും, പുള്ളിക്കാരി ഇങ്ങനെ മുഖം വെട്ടിച്ച് നോക്കുന്നത്, എന്താ ചോദിച്ചെന്ന് മനസ്സിലാകാത്ത നോക്കുന്നതിനെ സ്ലോ മോഷനിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചത്, ഞാനിത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, ആ പെങ്കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് ആ പെങ്കൊച്ചി ഇങ്ങനെ തലയാട്ടെന്ന് കണ്ടാൽ നമുക്കറിയാലോ, നമുക്ക് വിഷമം വന്നു. അതെന്താ ശരിക്കും നമ്മൾ തിരിച്ചു പറയാനുള്ള ഡയലോഗ് പറഞ്ഞിട്ടാണ്, അവള് പുള്ളിക്കാരി നമ്മൾ കൊടുത്താലത് വേറെ കൈ കളിച്ച് അത് ആലോചിച്ചതാ നമുക്കിത്. അതെ, എനിക്ക് ഏറ്റവും വലിയ നമ്മളോട് പറയാൻ പറ്റുന്ന ഡയലോഗോ നിങ്ങൾ എന്തൊരു കോഴിത്തരം അത് ഒരാളോ പറഞ്ഞില്ല, നമുക്ക് വേറൊരു സാധനം അടിക്കാനാ പുള്ളിക്കാരി ഇരുന്നേ. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലാത്തില്ല. ഞാൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച് അവൻ പണ്ട് തൊട്ട് ഞാൻ അല്ല, ഇതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചേട്ടാ, നിങ്ങളല്ലേ എഡിറ്റ് ചെയ്തത്, നിങ്ങൾക്ക് ആ കുട്ടിയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഇടുന്നത് ചിരിക്കുന്ന റെസ്പോൺസ് ഇട്ടാൽ പോലെ, എഡിറ്റ് നമ്മുടെ കയ്യിലാണല്ലോ. അപ്പം ഞാൻ പറയും ആ കുട്ടി ചിരിക്കുന്ന റെസ്പോൺസ് ഞാൻ വിട്ടെങ്കിൽ അടി എനിക്കല്ല കിട്ടുന്നത്, ആ കൊച്ചിൻ്റെ പുറകെ പോകും. ഇന്ന് ഈ നമ്മളെ തെറി വിളിക്കുന്ന എല്ലാ ആൾക്കാരും ഓഹോ അപ്പം നീ ആര് ചോദിച്ചാലും ചിരിച്ചു കാണിക്കില്ല, എന്നാൽ ഞങ്ങൾക്കും കാണിച്ചാൽ നീ ഞങ്ങൾക്ക് ആസനം കാണിച്ചതെന്ന് വെച്ചാൽ അവളുടെ കമൻറ്റ് ബോക്സിൽ 5 ലക്ഷം ആൾക്കാർ പോകും. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് അതാ ഇതിൻ്റെ കുഴപ്പം. അതല്ലേ ഞാൻ പറഞ്ഞ ഇപ്പം ഈ എൻ്റെ കൂട്ടുകാരൻ്റെ എക്സാമ്പിൾ പറയാൻ വന്ന് ഈ പലയിടത്തും കമൻറ്റ് വന്നു. ഞാൻ ഭയങ്കര മാന്യനാണെന്നോ മര്യാദക്കാരെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും വൃത്തിയോട് ചിന്തിക്കുന്നവരും വൃത്തിയോട് എല്ലാം മനുഷ്യന്മാർക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് പല ഷെയ്ഡ്സും കാണും, പക്ഷെ പകൽമാന്യനാവാൻ ആ പരിപാടി കാണിക്കുന്നത്. അതായത് ഈ വന്ന് ഒരു പെൺകുട്ടിയുടെ മുഖത്തൊക്കെ ചോദിച്ചില്ലേ ആ ഒരു സാധനം പറയുന്നവർ നമ്മൾ ആ മറ്റേ ആൻസി ചാൾസ് കഴിഞ്ഞ ദിവസം മറ്റേ എപ്പിസോഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് എന്നിട്ട് താഴെ വന്ന് പറയുന്ന തെറിന്നൊക്കെ അതെ ഒരു മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ നിന്റെ പെങ്ങക്കോ ഭാര്യയ്ക്കോ എന്നുള്ള സാധനം പറഞ്ഞിട്ട് ഇതിന്റെ 15 ഇരട്ടി താഴെ പറയുന്നതും കൊണ്ട് എന്ത് സാധനമാണ് കിട്ടുന്നതെന്നുള്ള അത് ചിന്തിക്കാനുള്ള വിവരമില്ല എന്നിട്ടാണ് തോന്നുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞ അവന് കുറേ കാലം കൂടി ഞാൻ കണ്ടു, അവന് എനിക്ക് പണ്ടെന്നല്ല ഇപ്പോഴും ഇഷ്ടമുണ്ട്. ഞാൻ ഒരു എപ്പിസോഡിൽ മറ്റേ വെള്ളത്തിൽ പോയപ്പോൾ മറ്റേ വലിച്ചു കയറ്റുന്ന ഇവനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൊച്ചിൽ LKG തൊട്ട് അറിയാവുന്നതാണ്, അപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചു. അപ്പോൾ പണ്ട് എനിക്കറിയാം ഇവൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളതും. പുള്ളി ആ ഒരു ചെറിയൊരു മെയിൽ ഷോവനിസ്റ്റാണ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പം ഞാനും വിചാരിച്ചത് ഈ പറഞ്ഞ നമ്മളത് സ്കൂളിൽ പഠിക്കുന്ന സമയം അങ്ങനത്തെ പ്രായമൊക്കെ ആണല്ലോ, പുള്ളി ഇതിൽ നിന്ന് മാറിക്കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അന്ന് നമ്മൾ കുറേ വർഷങ്ങൾ കൂടിയിട്ട് ഈയിടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോഴത്തേക്കും ഇതുപോലെ തലേ ദിവസം ഉണ്ട്, നമ്മൾ 2 ദിവസം വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ പല കോൺവെർസേഷനിലും ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇത് കുറേ വർഷമായി. അപ്പോൾ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ലോ നമുക്ക്, നമ്മളതങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ സാധനമൊക്കെ അറിയാം. ഇപ്പോൾ നിൻ്റെ ഡോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളല്ലേ, എനിക്ക് ആ സാധനം അത് പറയുമ്പോൾ അവൻ ആ ഒരു സ്നേഹം വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്റെ നമുക്കുകളിലും മറ്റവൻ്റെ എടുക്കാനുള്ള അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 2 രൂപയല്ലേ അത്, അപ്പം ഞാൻ നിന്റെ കൂടെ നിൽക്കണ്ടേ എന്നുള്ള വികാരമാണ്. അപ്പോൾ അവളായി അവിടെ ചീത്ത അങ്ങനത്തെ ഒക്കെ പ്രശ്നം. അപ്പം ഞാൻ ഇവൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള സാധനമാണ്.
ഇവൻ എന്നോട് കുറേ സാധനം സംസാരിക്കുന്നതിനിടെ പറഞ്ഞു, പക്ഷെ മറ്റേത് കാണിച്ച് ഭയങ്കര ചെറ്റത്തലായിപ്പോയി. ഒരു പെണ്ണിൻ്റെ അടുക്ക അവൻ ചോദിച്ചു, അനീസൊക്കെ അവൻ എന്നോട് പറയാണ്, അവന് തന്നെ അറിയാം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, ഇത്ര കാലമായിട്ട് ഒരുമിച്ചുള്ളവർ. അവനോട് പറഞ്ഞു, പക്ഷെ മറ്റവനെ കിട്ടിയാണല്ലോ, കറിവിനാവരുന്നുണ്ട്, അവനെ കിട്ടി ഞാൻ ഇനിയാണല്ലോ അടിക്കും, നീ പറഞ്ഞേക്ക് കേട്ടോ, എനിക്കത് തീരെ പിടിച്ചിട്ട് ഒരു പാവം ആ കൊച്ചിന്റെ മുഖത്ത് നോക്കാം, അത് എങ്ങനെ ചോദിക്കാൻ നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഡസൺ വൃത്തികേടും പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ്. അല്ല ഇവന് ഒരുപാട് മാറാനുണ്ട്, ഇവനാണ് ഒരുപാട് വല്ലാണ്ട് മാറാനുണ്ട്. അവൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, പക്ഷെ അവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ അവനോട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴും ഒരു സ്റ്റേജ് വരെ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് വരുന്ന മറ്റേ ആ സാധനമൊന്നുമല്ല, അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ പിന്നെ മൊത്തത്തിൽ അന്ന് രാത്രി നമ്മൾ കുറേ സംസാരിച്ചപ്പോൾ ഇവനും വേറൊരു കിട്ടണം, അവനും മറ്റവനും പറഞ്ഞു ശരിയല്ല കേട്ടോ, ഭയങ്കര മോശമായിപ്പോയി എന്താന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നമുക്കിപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത കുറേ പ്രശ്നം നമ്മളിപ്പോൾ ഈ ചാനലിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഈ ചാനലിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഒരാളെന്നോട് മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനിതുപോലെ എനിക്ക് ഇങ്ങനൊരു സാധനം ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അത്ര ആൾക്കാർ അങ്ങനെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടാണെന്ന് ഞാൻ ഒരു സാധനം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, TV കാണുന്ന മണ്ടന്മാർക്ക് വേണ്ടിയാണ് ഈ സാധനം ചെയ്യുന്നത്, അത്രയും മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നാണ്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, അതിൻ്റെ തലേദിവസം വരെ ഞാനും TV കാണുന്ന മണ്ടനാണ്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഈ TV കാണും. അപ്പോൾ ഇവരുടെയൊക്കെ കുറേ പേരുടെയും കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കുറേ പേര് വെറുതെ കുറച്ച് ബുദ്ധിയില്ലാത്ത ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഇത് കാണുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാം, ഇതെങ്ങനെയും ഒന്ന് ഓടിച്ചാൽ മതി. മിക്ക എപ്പിസോഡുകളും തുടങ്ങുന്നതിന് കുറച്ച് മുന്നേക്കാണ് ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുന്നിലത്തൊരു ഇൻട്രോ സാധനമോ തട്ടിക്കൂട്ട് സാധനങ്ങളാണ് പോകുന്നത്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരുന്നത് TV യിലെ പരിപാടികൾക്ക്. കാരണം അവർ ആൾക്കാരെ വാല്യൂ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്, അത് ഭയങ്കര കുറേ എന്തിട്ടാലും കണ്ടോളും ആ ഒരു പരിപാടി. അപ്പം ഇതിനകത്തെ ഈ പറഞ്ഞ നമുക്ക് ഇപ്പോഴാണെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാനന്ന് അവന്മാരോട് രണ്ടുപേരോടും പറഞ്ഞപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഐഡിയ തന്നെ മാറിയിട്ട് ആകെപ്പാടൊരുമാതിരി എന്ന് വെച്ചാൽ ഭയങ്കര കുറ്റബോധം. അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് അവരടക്കം ആൾക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നമ്മുടെ റോസ്റ്റിന്റെ മാത്രം കാര്യമില്ല ഞാൻ പറഞ്ഞു, മറ്റ് പരിപാടികളുടെയും ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരിപ്പോഴും അന്ന് വരെയും വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ചേഞ്ച് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും എനിക്കും തോന്നുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആൻസി ചാസിനെ വിളിച്ചാൽ നമ്മൾ മറ്റവരുടെ പേരെന്നെ പറയത്തതെന്ന് വെച്ചാൽ ഇപ്പോഴും അത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മളെ അടിച്ച് പുറത്ത് കളയും, നമുക്ക് അവസരം തരൂല. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സത്യസന്ധനായ കാരണം ഒരു പരിധി വരെ ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്യാത്തത് ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ടും ചിലയിടത്ത് ഉടക്കേണ്ടി വരുന്നതുകൊണ്ടുമാണ്. ആ ഉടക്കേണ്ടി വരുന്നത് നമ്മുടെ പ്രശ്നം. പക്ഷെ അവിടെ ഞാനിതിപ്പോൾ ഇത് പറയുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും താഴോട്ട് പോകത്തുള്ളൂ. എൻ്റെ സത്യസന്ധത കൊണ്ട് എന്നെ ആരും കയറ്റി കൊണ്ടുപോകാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന എൻ്റെ ഓഡിയൻസ് ഉണ്ട്, എനിക്ക് എന്ത് വന്നാലും. അപ്പോൾ എനിക്കിപ്പോൾ ഇതെല്ലാം കൂടെ നിർത്തി ഞാൻ പോയി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളാം, എന്നെ വേണ്ടവർ അവിടെ വന്നാമെന്ന് വെച്ചാൽ ആരും വരില്ല. അതാണ് ഇവിടെ പ്രശ്നം. അവർ രക്ഷപ്പെടേണ്ടതുകൊണ്ടാണ് ആൾക്കാർ മറ്റേതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരുന്നത്. ഗതികേട് നിൽക്കുന്നതാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ആൾക്കാർ, പക്ഷേ ഇതിനോടെല്ലാം കറക്റ്റായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ലോകത്തെന്നുള്ളത് മീഡിയ ഒരു ബാധ്യതയായിട്ട് തന്നെ എടുക്കണം. ഇപ്പം ഇങ്ങനെ ഞാൻ പറയുന്ന ഇൻഫ്ലുവൻസർ പറയുന്നൊരു സാധനത്തിനെ അത്രയും കാര്യമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ വന്നിരുന്നിട്ട് എന്നെ ഒരു പെൺകുട്ടി ഞാനും ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറഞ്ഞാൽ ഉടനെ അയ്യോ ഞങ്ങളുടെ ഇൻഫ്ലുവൻസറിൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ ചതിച്ചിട്ട് പോയെന്ന് അവളെ പോയി ചീത്ത വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നുള്ളത് ഈ ഇൻഫ്ലുവൻസർ ബോധ്യപ്പെടണം. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ആൾക്കാർ വാശി പിടിക്കുമല്ലോ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മറ്റേത് സിനിമയാണ്, ഇത് ലൈഫാണെന്ന് തന്നെ വ്യത്യാസം ആൾക്കാർക്ക് അറിയാം. ഇതിവരുടെ ലൈഫാണെന്ന് ആൾക്കാർ വിശ്വസിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. മറ്റേത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആണെന്നെങ്കിലും ഒരു ബോധ്യമുണ്ട്. അവിടെ നമ്മൾ വാശി പിടിക്കുന്ന നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രയും സെൻസിബിൾ അല്ലാതെ കുറേ കാര്യങ്ങൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് മീഡിയ എന്ന പേരിൽ കാണിക്കുന്നത്. ഇത് വാർത്തയാണ്. ഇപ്പോൾ ഒരു സാധനം അടിച്ചിട്ടപ്പോൾ അത് വാർത്തയായിട്ട് ആൾക്കാർ കാണുന്നത്, സിനിമയായിട്ടല്ല. അപ്പോൾ അവിടെയാണ് ഈ മീഡിയയുടെ റെസ്പോൺസിബിലിറ്റി വരേണ്ടത്. മീഡിയ അല്ലെങ്കിൽ മീഡിയ എന്ന പേരിൽ ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പോൾ സുശാന്ത് നിലമ്പൂർ ആണെങ്കിൽ പുള്ളി റിയാക്ട് ചെയ്യണ പരിപാടിയാണല്ലോ ചെയ്യുന്നത്. പുള്ളി റിയാക്ട് ചെയ്യുന്ന മുമ്പേ പുള്ളി ഡെഫിനറ്റ്ലി നോക്കണം ഇത് എന്താണ്. അതെ പുള്ളി അത് തന്നെ പുള്ളി ചെയ്ത മിസ്റ്റേക്ക്. ഞാൻ പുള്ളിയോട് കുറേ സംസാരിച്ചു. പുള്ളി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളി കള്ളം പറയില്ലെന്ന് കാണിക്കാതെ വേണ്ടി പുള്ളി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ശരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അനീഷേ എന്നൊക്കെ എന്നെ വിളിച്ചു. എൻ്റെ പേര് അതല്ല, അനീസ് എന്നാണ് പേര്. അപ്പോൾ ID കണ്ടു. പുള്ളി പറഞ്ഞ ID ഒക്കെ കണ്ടു. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടോ?
അപ്പോൾ ഇല്ല ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ റീല് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് പുള്ളി ആ കട്ട് റീല് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള പുള്ളി ചെയ്യേണ്ടത് ഈ റീൽ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കണം. ഈ ഫേക്കാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ പല വീഡിയോസും സൗണ്ട് വേറെ വീഡിയോ വേറെയൊക്കെ ഫേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാണെന്ന് തന്നെ അറിയണമല്ലോ. അപ്പോൾ പുള്ളി അത് ചെക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്തിട്ടില്ല. ഒരു റീൽ കണ്ട് അപ്പം തന്നെ ഇൻഫ്ലുവൻസർ അങ്ങ് റിയാക്ട് ചെയ്ത് ന്യൂസ് ആക്കിയത്. അപ്പോൾ അത് നമ്മുടെ റോസ്റ്റ് വീഡിയോ കണ്ടത് 5 ലക്ഷം പേരാണെങ്കിൽ ഇത് 1.5 കോടി ആൾക്കാരായി റീല് കാണുന്നത്. അപ്പോൾ ഈ റീലിൻ്റെ ഒറിജിനൽ വീഡിയോ പുള്ളി കണ്ടിട്ടില്ല, അതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് ഒരാളായിട്ട് ആ വീഡിയോ കണ്ടാൽ എനിക്ക് ചിലപ്പോൾ മോശം തോന്നും. കാരണം ആൾക്കാർക്ക് കുറേ പേര് വിചാരിച്ചേക്കുന്ന അതാണ് ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരുത്തം കാണുമ്പോഴേക്കും ഇതൊരു ഇന്റർവ്യൂ ആണ്. ഒന്നാമത്തിന് ഒരാൾക്ക് പകരം 4 പേരിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഈ പറഞ്ഞ ചേർന്ന് ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്ന ഒരു സാധനം പോലെ തോന്നുമ്പോൾ പിന്നെയും ആൾക്കാർക്ക് അപ്പുറത്തോട്ട് സെന്റിമെന്റ്സ് പോകും എന്നുള്ളത്. പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ചാനലിൽ വരുന്നത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇവരെ വിളിച്ചു വരുത്തി നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഒറ്റ ദിവസം ഇവർ കൊടുക്കുന്ന ഡേറ്റിൽ 15ഉം 20ഉം ചാനലുകാർ അവിടെ വന്ന് എടുക്കുന്നതിനിടെ കിട്ടുന്ന നമുക്ക് സ്ലോട്ട് കിട്ടുന്നിടത്ത് നമ്മൾ പോയി എടുക്കുന്നു. പിന്നെ ഇവർ വിചാരിക്കുന്ന കാര്യം ഇതുപോലെ നമുക്ക് ഒറ്റ ഇതിൽ നിന്ന് വൻ വരുമാനം 10 പൈസ കിട്ടിയിട്ടുള്ളത് നമുക്കും അറിയാം. നമ്മളിടുന്ന എഫേർട്ട് നമ്മൾ വെളുപ്പിനെ മറ്റേ 5:30 സ്ക്രിപ്റ്റ് എഴുതി കിടന്നിട്ട് 7 മണിക്ക് പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന സാധനമാണത്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതൊന്നും ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഇത് എന്താണെന്നെങ്കിലും മിനിമം അറിഞ്ഞു. ഇനി ജനങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിലും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറൊരു കണ്ടന്റ് ആക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് കാണുന്ന ഒരാൾ പ്രതികരിക്കുന്നതും ഫാൻസിന്റെ ജോലി അതാണ് അവർ ചെയ്യണത്. അല്ല, ഇത് കണ്ട് പ്രതികരിച്ച് ഇതിനെപ്പറ്റി ഒരു ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് വളരെ വലിയത്. പിന്നെ അല്ല ഞാൻ ഫാൻസ് അങ്ങനെ ചെയ്യണം, കാരണം ഫാൻസിന്റെ ജോലി അതെന്ന് പറയാൻ കാരണം കസബയുടെ വിഷയത്തിൽ മമ്മൂട്ടിക്കെതിരെ പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ കൂടി അത് പുള്ളിക്കാരിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പാർവതിക്ക്. പക്ഷേ ഇന്നും, അതായത് എനിക്കൊന്ന് 10 വർഷമായി കാണത്തില്ല പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട്. ഇന്നും 10 വർഷമായി കാണൂടോ? ഇല്ല, 10 ആയിട്ടില്ല. 5 വർഷത്തിൽ എന്തായാലും ഉണ്ട്. 5 വർഷത്തിൽ കൂടുതലായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ ഇന്നും പാർവതി ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂവിന്റെ ഇടയ്ക്ക് അശ്വന്ത് ഗോക്ക് പറഞ്ഞു ഉള്ളൊഴുക്ക് സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പാർവതിയുടെ ഒരു അവിഹിതം കാണിക്കുമ്പോഴത്തേക്ക് സൈഡിലേക്ക് ഇവളല്ലേ പണ്ട് പറഞ്ഞത് മമ്മൂട്ടി ആ പെണ്ണിന്റെ പുറകെ പിടിച്ചത് മോശമായി പോയി, ബെൽറ്റ് പിടിച്ചത് മോശമായി പോയി, എന്നിട്ട് ഇവൾ ഈ സ്ക്രീനിൽ എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോഴും അതിനെ ആ കണ്ണിൽ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പാർവതി പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇത് അത് എന്ത് കണ്ടാലും അതിനെ അടിക്കുന്ന ഒരു സംഭവമുള്ള ഫാൻസ് ഉണ്ട്. ഫാൻസ് അത് ചെയ്യണം, ഫാൻസും ജോലിയാണ്. നമ്മൾ പറയല്ല പറയുന്നത്, ആൾക്കാർ ക്രിയേറ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഉത്തരവാദിത്തം കാണിക്കേണ്ടതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇല്ല, നമ്മളെപ്പോഴും ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ നമ്മളൊരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കി. ഇപ്പോൾ ചിരി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണല്ലോ. അപ്പോൾ ഇതേപോലെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ ഒരു ഇമോഷണലി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പൊ സുശാന്ത് നിലമ്പൂർ കവർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും അതുപോലെ ആൾക്കാരെ അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താണ്, എൻഗേജ്മെന്റ് കൂടും. അപ്പം അത് ഒരു ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അല്ലാതെ ഇത് ചുമ്മാ ഞാൻ കണ്ട് പെട്ടെന്ന് എനിക്ക് 10 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് കാണുന്നത് അത് ഓക്കെ. അത് ജസ്റ്റ് ഇപ്പോൾ ഒരു 100 പേര് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു പേജ് ആയിരുന്നെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇത്രയും പേരെ ചെയ്ത് ഇങ്ങനെ ഇതിലൊരു പേരെടുത്ത് വരുന്ന ഒരാളാവുമ്പം ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിയുടെ ഏറ്റവും വലിയ വീഡിയോ എൻ്റെ വീഡിയോ ആണ് അല്ലേ, പുള്ളിയുടെ ഏറ്റവും സക്സസ്ഫുൾ വീഡിയോ. പുള്ളിക്ക് 200K ഫോളോവേഴ്സേ ഉള്ളൂ. പുള്ളി കുറേ നാൾ യൂട്യൂബിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഇത്രയധികം എഫേർട്ട് ഇട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത ഒരു സാധനത്തിന്റെ വ്യൂസ് നമുക്കല്ല കിട്ടിയിരിക്കുന്നത് അല്ലേ അല്ലേ? പിന്നെ ഈ BGM ഇടുന്ന സാധനം നമ്മൾ എന്ത് പറഞ്ഞാലും അത് BGM ഇട്ട് എങ്ങനെ വേണം മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അതിപ്പോ ഇച്ചിരി സ്പീഡിൽ കാണിച്ച് കുറച്ച് ഫൺ പരിപാടി. ഒന്നാമത്തേന് നമ്മൾ ഉദ്ദേശിച്ചൊരു പരിപാടി ഉണ്ട് അതിനകത്ത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, പിന്നെ പകുതി കട്ടെ എനിക്കുള്ള തിരിച്ചടി വന്നിട്ടില്ല, ആരും കണ്ടിട്ടില്ല, അത് വർക്കായിട്ടില്ല എന്നുള്ളത്. പിന്നെ മാത്രമല്ല ആ ഇരുന്ന പെൺകുട്ടി ഒരു പുതിയ പെൺകുട്ടിയും ഒരു സുന്ദരി പെൺകുട്ടിയും ഒരു കൊച്ചു പെൺകുട്ടിയും ആയതാണ്. അവിടെ ഹണി റോസ് ആയിരുന്നു ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ അല്ലേ ഓട്ടോമാറ്റിക്. കാരണം പുള്ളിക്കാരിയെ പറ്റി എന്തോരം ട്രോളുകളാണ് വന്നത്. പുള്ളിക്കാരി ബൈക്ക് വെച്ച് കെട്ടുന്നതാണ്, അത് വെച്ചാൽ ജീവിക്കുന്നതൊക്കെ ഭയങ്കര ട്രോളുകൾ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് നമ്മൾ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹണി റോസിനെ ഇന്റർവ്യൂവിൽ ഇരുത്തിയിട്ട് ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഇന്ന് വൈറൽ സ്റ്റാറാണ്, എന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പൊക്കി കണ്ണാടി എടുത്തടിക്കും. തഗ് ലൈഫും കിട്ടും, ഫ്രീ ആയിട്ട് ബീഡിയും വലിയ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഈ സാധനം പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇവർക്കും തോന്നാവുന്നതാണ്. ഇവരും മനുഷ്യന്മാരാണ്, അതിനകത്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തന്നെ ഷൂട്ട് ചെയ്തു അല്ല അവരുടെ ആൾക്കാരുണ്ട്, ടീമുണ്ട്. ഇത് നമുക്ക് കൊണ്ട് തന്നൊരു എഡിറ്റിംഗ് ഇവരെ കാണിച്ചിട്ട്
എഡിറ്റും സമയത്ത് ഇവർ കണ്ടിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇവർക്ക് എന്തെങ്കിലും വേണം പറയായിരുന്നു, അല്ലെ മാറ്റിക്കായിരുന്നു. മാറ്റിച്ചിട്ടുണ്ട്. പ്രശ്നം വന്ന് മാറ്റിയ അല്ല അവർക്ക് തോന്നുന്നുള്ള സാധനങ്ങൾ പറഞ്ഞത് കുറേ മാറ്റിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ഇതിൽ വർക്കാവുന്ന നല്ല തമാശകൾ ഉണ്ടായിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പറഞ്ഞ് അർദ്ധൻ്റെ സാധനം ഈ ലെവലിൽ ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? അതും മീഡിയകളിലല്ലേ, അവർക്ക് തന്നെ അറിയാം ഇതിനകത്ത് കത്തുന്ന എന്തുണ്ട്, ഓടുന്ന എന്തുണ്ട്. ആയത് നമുക്കാണ്. പടം ഓടി അല്ലേ, ഒന്ന് ഓടി നിൽക്കേണ്ട സമയത്ത് രണ്ടാമത് ആ പടം ഭയങ്കര രീതിയിൽ ഓടി നന്നായിട്ട് കളക്ട് ചെയ്തു. അവർ നമ്മളോട് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. സാധനം റൈറ്റപ്പ് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞാണ് ഈ സാധനം പറയാമെന്ന്. അവിടെ നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് അടുത്ത തവണ റോസ്റ്റ് പിടിക്കണം എന്നുള്ള നമ്മുടെയും പ്രശ്നം. ഈ പറഞ്ഞ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യണം. നമുക്കവിടെ നിലനിൽപ്പാണ്. ആൾക്കാർ നമ്മുടെ നിലനിൽക്കാൻ സമ്മതിക്കുന്നുമില്ല. കമൻ്റ് ഇട്ട് നമുക്കാണ് ഈ പ്രഷർ, ഈ നമ്മുടെ പ്രശ്നം, ഈ വിഷയങ്ങൾ. നമുക്കൊരു സാധനം കണ്ടന്റ് എഴുതാനോ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഇടിഞ്ഞു പോകണം. ഇത് നമ്മൾ ചെയ്തതോ വേറൊരു ടീമിന് വേണ്ടി, അവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി. അവിടെ നമ്മൾ തഴയപ്പെട്ടു. അതിന് വേറൊരു സപ്പോർട്ട് സിസ്റ്റം വന്നിട്ടില്ല. ഇത് ആൾക്കാർ ഇപ്പോഴും എടുക്കുന്ന വേറെ രീതിക്കാണ്. ഇതിന് മുന്നേ ഉള്ള ഈ പ്രോസസ്സിലെല്ലാം ഇതൊന്നും പോവാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും വേറെ ആ ഒരു സാധനത്തിൽ നിന്ന് നമ്മുടെ തലയിൽ അടിച്ചത് നിന്നു. അവിടെ നിന്ന് ചലിച്ചിട്ടില്ല എന്നുള്ളത് മീഡിയയുടെ കളി തന്നെയാണെന്നുള്ളതുണ്ട്. അല്ല, അവിടെയും ഇവർ നമുക്കൊരു ചാൻസ് തരുമോ? അതായത് എല്ലാവരും ഇൻ്റർവ്യൂ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ പ്രൊമോഷനെ റോസ്റ്റിങ്ങിൽ ചെയ്യാം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിലുള്ളവരും അതിൻ്റെ മാർക്കറ്റിംഗ് ടീമിലുള്ളവരും ആദ്യം നമ്മൾ പറയുന്നതിനെ വിശ്വസിച്ച് നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് അവരിലേക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫുള്ളി അവരെ ബ്ലെയിം ചെയ്യാത്തത്. അതായത് നമ്മളൊരു സജഷൻ പറഞ്ഞു ഇങ്ങനെ സാധനം ചെയ്യാമെന്ന് പറയുമ്പോൾ ആരും സമ്മതിക്കാത്ത സാധനങ്ങൾ പൊതുവേ എല്ലാവർക്കും പേടി. നമ്മൾ റോസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. മെയിൻ മൂവി ഇൻഡസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട പടങ്ങൾക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിച്ചത് ചെറിയ പടങ്ങളാണ് പലപ്പോഴും സമ്മതിച്ചിട്ടുള്ളത്. ഷെയ്നാണ് നമുക്ക് ആകെ സമ്മതിച്ചിട്ടുള്ള വലിയൊരു സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഈ പരീക്ഷണത്തിന് തയ്യാറാകുന്നവരെ നമ്മൾ അവസാനം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും പോയിന്റ് ഒരു കാരണവശാലും അവരുടെ പോയിന്റ് ആയിരിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ റോസ്റ്റ് അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണെന്ന് നമ്മൾ എടുക്കുക സത്യത്തിൽ ചെയ്യുന്നത്. അല്ല, നമ്മൾ ആ ഉത്തരവാദിത്വം മൊത്തം എടുക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ലെവലില് നമുക്ക് സംഭവിച്ച സാധനം ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഇതിന് വൃത്തിയായിട്ട് റിയാക്ഷൻ വീഡിയോ കൊടുത്തായിരുന്നു, എക്സ്പ്ലനേഷൻ. അത് 1 ലക്ഷം പേരെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ റോസ്റ്റ് 5 ലക്ഷം പേര് കണ്ടു. നമ്മുടെ റീൽസ് 1.5 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റിയാക്ഷൻ 1 ലക്ഷം ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ തന്നെ അറിയാം ഇത് കറക്റ്റായിട്ട് ഇക്വേഷൻ എഴുതി കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും റിസൾട്ട് 4300 അവിടെ പോഡ്കാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിതുവരെ മീഡിയയുടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്താണ് ഓക്കെ ഇതിന്റെ ബാഡ് സൈഡ്സ് വണ്ടർവേൾഡ് മീഡിയയിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ നമുക്കിതിന്റെ പ്ലസ് സൈഡ്സ് ഇതിന്റെ പ്ലസ് സൈഡാണ് ഈ പറഞ്ഞത്. ആൾക്കാർ പറയട്ടെ, അല്ല എവിടെ ചെന്നാലും ഇപ്പൊ എനിക്ക് ഞാൻ പറയാം, എവിടെ ചെന്നാലും എന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ സ്റ്റാൻഡപ്പ് ഞാൻ 2 വർഷം സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പല കണ്ടന്റ് വൈറലായിട്ടുണ്ട്. പക്ഷേ മീഡിയ ഒരു സാധനത്തിന് പ്രൊജക്റ്റ് ചെയ്യുന്ന വശം ഇപ്പോൾ ഒരു സമയത്ത് ആൾക്കാർ എന്നെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കാണുന്ന എനിക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാം, മിക്കവാറും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പ് എൻ്റെ കൂടെ നടന്ന പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്ന അല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എൻ്റെ കൂടെ നടക്കുന്ന പെൺകുട്ടി. അപ്പോൾ അവൾ എത്തരക്കാരിയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ആ ലെവലിലൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്കറിയാം ഇവരിത് മനസ്സിലാക്കിയ ആൾക്കാരെ നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കും നമ്മളെല്ലാവരും അടിക്കാൻ നിൽക്കുകയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മളങ്ങനെയാണല്ലോ കാണും 5 ലക്ഷം കമൻറ്റ്, ഇവനെ തല്ലിക്കൊല്ലണം. പക്ഷെ വളരെ കിടിലായിരുന്നു ആ റോസ്റ്റിംഗ് ഭയങ്കര കിടിലായിരുന്നു കേട്ടോ, ചേട്ടാ റോസ്റ്റിംഗ് ഭയങ്കര. അപ്പോൾ അങ്ങനെ റോസ്റ്റിംഗ് കിടില്ല എന്ന് പറയുന്ന ആൾക്കാർ. സോ മീഡിയയുടെ പ്ലസ് എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മീഡിയ നമുക്കിപ്പോൾ ആവശ്യമാണ്. ഈ മീഡിയ ഈ തള്ളിക്കയറ്റം നമുക്ക് ആവശ്യമാണ്. ഇതില് ഈ there is no bad publicity എന്ന് പണ്ടാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ യോജിക്കുന്നു? ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എന്നെ എങ്ങനെ കാണുന്നുള്ളത് എൻ്റെ കൺട്രോളിലല്ല. പണ്ട് തൊട്ടേ നമ്മളെ നന്നാക്കി കാണാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് എന്നെ നന്നാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാലോ, ഈമാര് തമാശക്ക് എന്നോട് പറയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇപ്പം നടന്നല്ലോ. അതായത് എനിക്കങ്ങനെ ഒരു ഗുഡ് ഇമേജ് വേണമെന്നേ ഇല്ലായിരുന്നു. എനിക്കൊരു ഗുഡ് ഇമേജ് ഉള്ളത് ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കുറച്ചൊക്കെ ഞാൻ മറ്റേ ഓവറായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ നന്മമരം സാധനം എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ. അതായത് എനിക്കിപ്പോൾ പ്രതികരിക്കണം എന്നുള്ള സാധനം വന്നാൽ ഞാൻ പ്രതികരിക്കും, എനിക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും. ഞാൻ ഭയങ്കര ജെന്യുവനായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനും ഇല്ല. ഞാൻ ആറെടുക്കാനുള്ള അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് തന്നെ തോന്നാറുണ്ട് വീഡിയോസിലൊക്കെ എന്നെ കാണിക്കുമ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനലിൻ്റെ സാധനത്തിലാണെങ്കിലും ഭയങ്കര, കാരണം ഞാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഉള്ളവരുടെ ഞാൻ ഗുണം പറയാൻ പോകത്തില്ല. അവിടെ തമാശയൊക്കെ 1000 എണ്ണം തലേ വരും, തിരിച്ചടിക്കാനുള്ളത് കിട്ടും. എന്നെ ഒരാൾ
മറ്റേ ഇൻറ്റൻഷനലി കളിയാക്കാൻ വേണ്ടി എനിക്ക് ഇട്ടടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള സാധനം വരും ഓട്ടോമാറ്റിക്കലി. പക്ഷെ ഞാൻ അവിടെ നോക്കിയിട്ടൊക്കെ പറയും. എന്ന് വെച്ചാൽ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഒരു സാധനം വരുമ്പോൾ ഞാൻ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഔട്ട് വരുമ്പോൾ ഭയങ്കര ഒരു സാധനം വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എൻക്വയറീസിൽ ഡീൽ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ ഇതിൽ ഇവനേതൊരു പയ്യൻ ആ ഒരു സാധനത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ മോശം തോന്നുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ചിലയിടത്ത് പ്രശ്നങ്ങളുണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര നാളെ ഞാൻ ഭയങ്കര സ്റ്റാർ ആയിരുന്നു, ഇപ്പം എനിക്ക് എൻ്റെ പേരിൽ ഇതിന് മുന്നേ വേറെ പ്രശ്നം വന്നേനെ. ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും അലും കാണിച്ച് ഡബ്സിയൊക്കെ പോലെ പ്രശ്നമായ കാരണം ശരിക്കും അത് ഞാൻ പ്രതീക്ഷിക്കാറില്ലേ, തോന്നുന്നില്ലേ? അത് ശരിക്കും എനിക്കതുകൊണ്ടാണ് എനിക്ക് ഡബ്സിയുടെ കാര്യത്തിൽ ഡബ്സിയുടെ കൂടെ നിൽക്കുന്നു. അല്ലെ ഞാൻ മാനസികമായിട്ട് ഡബ്സിയെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതെ, കാരണം പുള്ളി ആ ഒരു പെർഫോം ചെയ്ത ഡബ്സിയും ആ ഷോ പൊളിഞ്ഞു കഴിഞ്ഞാൽ 6 പേരിലാണ് പോകുന്നത്. ഡബ്സിയുടെ ഷോ പൊളിഞ്ഞു എന്നേ പറയൂ. അവിടെ നമ്മൾ തന്നെ എത്രയോ വെന്യൂസിൽ സൗണ്ട് ശരിയല്ലാഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് 499 രൂപ 799 രൂപ എടുത്ത് വരുന്ന ആൾക്കാർക്ക് ബാക്കിൽ നിന്ന് സാധനം കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാനാണ് അത്ര പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ, എനിക്കിഷ്ടമുള്ള ഒരാളെ കാണാനാണ് പോയി നിൽക്കുന്നതെങ്കിൽ മോശമാകുമ്പോൾ എനിക്കവിടെ മനസ്സിലാവാത്തത് ചിലപ്പോൾ ഇത് സൗണ്ടിൻ്റെ ആണ്, അല്ലെങ്കിൽ വെന്യൂ കൊള്ളാഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇവിടെ ഈ വെന്യൂ കൊള്ളൂല്ലോ എന്നൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങൾ വരും. അറ്റ് ദ എൻഡ് ഇതെല്ലാം പെർഫോമറിൻ്റെ തലയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ ചിലർക്കുണ്ട് കാശ് തരുന്നല്ലേ ഇവൻ വെറുതെ രാവിലെ തൊട്ട് പോയിട്ട് ഒരു ഇരിക്കട്ടെ, വെറുതെ സൗണ്ട് ചെക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ 5 ചിലപ്പോൾ 8:30 9 മണിക്ക് തുടങ്ങുന്ന ഷോയ്ക്ക് രാത്രി തുടങ്ങുന്ന പരിപാടിക്ക് 5 മണിക്ക് സൗണ്ട് ചെക്ക് ചെയ്യാൻ വരും. 5 മണിക്ക് ഞാൻ ചെല്ലുന്ന ചില വെന്യൂ ഞാൻ സമയത്ത് ചെല്ലാറില്ല, ഒന്നാമത്തെ പ്രശ്നത്തിൽ അല്ല. എന്നിട്ട് കൃത്യം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ കസേര പോലും ഇട്ടിട്ടില്ലായിരിക്കും. അവിടെ സൗണ്ട് ചെക്ക് ചിലപ്പോൾ നടക്കത്ത് പോലില്ല. നമ്മുടെ 5 മണിക്കൂറൊക്കെ ഇരുത്തി പുഴിപ്പിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അടിമപ്പെടുന്നൊരു സാധനം വരും. അങ്ങനത്തെ ഒക്കെ വിഷയം വരും. നമ്മൾ ചിലപ്പോൾ സംസാരിച്ചു പോകും. നമ്മൾ ഈ 5 മണിക്കൂർ ഇരിക്കുന്ന ഫ്രസ്ട്രേഷനിലായിരിക്കും നമ്മൾ എന്തെങ്കിലും പറയുന്നത്. അവിടെ അവരൊരു സാധനം ഞാൻ ഇത് കഷ്ടപ്പെട്ടാണ് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇവരെ വിളിച്ച് ഇങ്ങനെ ഇവൻ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ആൾക്കാർ അയാളുടെ കൂടെ നിൽക്കും. കാരണം ഇവൻ അഹങ്കാരം കാണിച്ചു എന്നുള്ള സാധനം വരും. കാരണം നമ്മളെ യഥാർത്ഥത്തിലൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ആൾക്കാർ തന്നെ കെട്ടി മോളിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് ഇടിച്ച് താഴെ ഇടും. ഞാനാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് മേളിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയും. അപ്പൊ ഈ പറഞ്ഞ അല്ല, എനിക്ക് ഞാൻ എങ്ങനെയാണെന്നുള്ള ഞാൻ റിയലായിട്ട് എങ്ങനെയാണെന്നുള്ള സാധനത്തിൽ തന്നെ നിൽക്കണം, സംസാരിക്കണം എന്നുള്ളത് എനിക്കും ഉണ്ടായിരുന്നു. അല്ലാതെ എന്നെക്കുറിച്ചാരും നല്ലത് പറയണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ മോശമല്ല എന്നുള്ളത് എനിക്ക് അറിയാം. പക്ഷെ അത് കുറച്ചുകൂടെ താഴെയാക്കി തന്നു എന്നുള്ളതാണ്. ഇല്ല, എനിക്ക് നല്ലത് പറയണമെന്നുണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രമേശ് ചേട്ടൻ്റെ ഒരു വീഡിയോ, രമേശ് ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ പണ്ടം കഴിഞ്ഞ് കുറേ ഇന്റർവ്യൂ ആണ്. അപ്പം ഇങ്ങനെ അതിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വലിയ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. ഇടിഞ്ഞു പൊളിഞ്ഞ് അവർ മൊത്തം പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഇനിയിപ്പോൾ പേടിയില്ല. എനിക്ക് മറ്റേത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി. ഞാൻ ഒന്നാമത്തിന് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഒരാളെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ ചിരിക്കാനും മിണ്ടാനൊക്കെ പേടി, എന്തോ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ് ആ ഫെയിം കിട്ടി വരുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ നോക്കുകയോ ചിരിക്കാനൊക്കെ വരുമ്പോൾ എനിക്ക് എന്ത് റിയാക്ഷൻ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഞാനാണ് ചിലപ്പോൾ കാണാത്ത പോലെ ഇരുന്നേക്കാന്ന് വിചാരിക്കും രക്ഷപ്പെടാൻ. അപ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നു ജാടയാ ആ സാധനം. അപ്പോൾ നമ്മൾ ഇതും ചിന്തിക്കും, നമ്മൾക്കാണ് ഏറ്റവും വലിയ പ്രഷർ ഇത്. കാരണം ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ സാധാരണ മനുഷ്യല്ല, നമുക്കറിയത്തില്ല ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അംബാൻ നമ്മുടെ മറ്റേ സജിൻ ഗോപൽ അംബാൻ എയർപോർട്ടിൽ ആരാണ്ട് പിക്ക് ചെയ്യുന്നപ്പോൾ ആരോ വീഡിയോ എടുക്കുന്നു. അപ്പോൾ അംബാൻ ഇങ്ങനെ കാണിക്കും. കാരണം അംബാനെ ഫേസ് ചെയ്യാൻ വയ്യ ചമ്മൽ കാരണം. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും അംബാൻ ക്യാമറയ്ക്ക് തരാത്താണോ, ആ പ്രൈവസി ചോദിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം എക്സ്പ്രഷൻസ് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മളാ ഇത് കാരണം. അപ്പം പറഞ്ഞു പോയിന്റ് പറഞ്ഞു. മീഡിയയുടെ ഗുഡ് സൈഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മീഡിയയുടെ ഗുഡ് സൈഡ് അല്ലേ ഇത്, കട്ട് ചെയ്ത് കളയല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പറഞ്ഞ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലോ പണ്ട്. അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജിലാണ് ഇത് ഇത്തരം പ്രശ്നമാവുന്നത്. ഇപ്പം ആൾക്കാർ നമ്മളെ നോക്കുമ്പോൾ ഇവൻ എന്നോട് ദേഷ്യത്തിലാണോ നോക്കണേ, സ്നേഹത്തിലാണോ നോക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. സത്യമായിട്ട് എനിക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് അവരെ ചിരിച്ച് കാണിക്കണോ അവരെ നോക്കണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്തും കൺഫ്യൂഷനാവും. ഞാൻ ചിലപ്പം വേറെ നില അപ്പം മൊത്തത്തിൽ ഇവൻ വൃത്തിവട്ടം തന്നെ ശരി, ഇവൻ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇവൻ അഹങ്കാരിയ ആ സാധനം പൊക്കോണ്ടിരിക്കും. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില പോയിന്റ് നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊന്നും ചെയ്യണ്ടായിരുന്നു, എന്തെങ്കിലും ജോലിക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചാണല്ലോ ഇതിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അതുപോലും ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള
പ്രഷറുകൾ മീഡിയക്ക് കൊണ്ടുവരാൻ പറ്റും മാധവന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ എന്തായിരിക്കും അല്ല മൈൻഡ് പോലും ചെയ്യൂല, അവര് ചിലപ്പോ അറിയുന്ന പോലും. മീഡിയയുടെ ഞാൻ മറ്റൊരു ഭയങ്കര വൃത്തിയായിട്ട് ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോഴും കിടപ്പുണ്ട് ഒരു പോസ്റ്റിൻ്റെ. ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലാണ് ഈ അടിഞ്ഞു കൂടുന്നത് ഇതൊക്കെ, ഈ ആവശ്യമില്ലായ്മ സാധനങ്ങളെ. ഞാനൊരു പോസ്റ്റാണ്, നമ്മൾ ഈ മീഡിയയിലൊക്കെ കൂടുതലും വന്നിട്ടാണ് രമേശ് പിഷാരടിയും മമ്മൂട്ടിയും അവർ ഒരുമിച്ച് നിൽക്കുന്നു സാധനങ്ങൾ. അല്ല അവർ രമേശ് ചേട്ടൻ എവിടെയെങ്കിലും വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ മമ്മൂട്ടി വരും എന്നുള്ള സാധനങ്ങൾ. അവർ തമ്മിൽ എപ്പോഴോ ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി നല്ലൊരു സാധനം അത് പോകുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ ഒരുമിച്ച്, ഞാൻ ഇതിനു മുന്നേ മമ്മൂക്കൊക്കെ എവിടെ യാത്ര ചെയ്യുമ്പം നല്ല കമ്പനിയുള്ള ആൾക്കാരായിട്ട് പോകും, അവർ ഫ്രീ ആണ്, വർത്തമാനം പറഞ്ഞു പോകും, ആ ഒരു സാധനങ്ങളൊക്കെ അവരങ്ങനെ ആയിരിക്കും. അത് രമേശ് ചേട്ടൻ അതിനെപ്പറ്റി ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരുപാട് താഴെപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മമ്മൂക്കയുടെ അടുത്ത് ഇത്ര ആ ഒരു കമ്പനി പിടിക്കാൻ പറ്റിയൊക്കെ പുള്ളി ഭയങ്കര ഭാഗ്യമായിട്ട് കയറുന്നു. ശരിക്കും ഭയങ്കര നല്ല കാര്യമാണ്. അതിൽ ഈഗോ അടിച്ചിട്ടാണ് എന്താണെന്നറിയില്ല ആൾക്കാർ ഈ പറഞ്ഞ അതിനെ പിന്നെ ചൊറിയാൻ തുടങ്ങി ട്രോളാവുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് കേസ് കണ്ട ഒരു ദിവസം പോസ്റ്റ് ഇട്ടേക്കുന്നതാണ്, മമ്മൂട്ടിയുടെ കൂടെ രമേശ് പിഷാരടിയെ ഈ അടുത്തായി കുറേ കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഞാൻ വേണം അത് വായിക്കണോ, ഭയങ്കര വൃത്തികെട്ട പോസ്റ്റാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞു എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ഇത് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വല്ലാണ്ട് മറ്റേ രമേശ് ചേട്ടൻ ഈ രമേശ് പിഷാരടി ഈ സർക്കിളിൽ കയറുന്നു, മമ്മൂട്ടിയുടെ ഇതിലോട്ട് എത്തുന്നു. മമ്മൂട്ടി ഇതിനെ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദുൽഖറിന് പോലും സ്വത്തുവകകൾ കിട്ടാത്ത വിധത്തിൽ മമ്മൂട്ടിയെ പറ്റിച്ച് രമേശ് പിഷാരടി ഇതൊക്കെ സ്വന്തമാക്കുന്ന ഒരു സാധനം നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മമ്മൂട്ടിയോട് പറയുന്ന പോലെ ഒരു സാധനമാണ്. ഏതോ ഒരു ഇതിലോട്ട് മറ്റേ പബ്ലിക് ഇതിലോട്ട് ടൈം ലൈനിലോട്ടൊക്കെ പോസ്റ്റ് ചെയ്തില്ല. അതുപോലെ ഇവർ രണ്ടുപേരും ഫോട്ടോ വെച്ചിട്ട് ഇത്. അപ്പം ഞാൻ ഇവൻ എന്ത് സുഖമാണ് കിട്ടുന്നത്, ഇത് ടൈപ്പ് ചെയ്യണ തന്നെ കുറേ സമയം എടുക്കും. ഇത് ഞാൻ ഈ പറഞ്ഞത്ര ഷോർട്ടൊന്നും അല്ല, ഭയങ്കര വലിയ ഡീറ്റെയിൽസ്. ദുൽഖർ ഇത് മനസ്സിലാക്കുന്നില്ല, ദുൽഖർ ഇതിൽ എന്തെങ്കിലും ചെയ്തില്ല, ദുൽഖറിന്റെ ഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര്. അപ്പം ഞാനതെങ്ങനെ എത്ര തരം മനുഷ്യന്മാരുണ്ടെന്നുള്ളതാണ്. അപ്പം ഡേ ടു ഡേ ലൈഫിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ നമ്മളൊന്നും പറയുന്നത്, കാരണം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു ഹെക്റ്റിക് വർക്ക് ഷെഡ്യൂള് അവൻ്റെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വരുമാനത്തിന് വേണ്ടി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ഭാര്യയുടെയോ പെങ്ങളുടെയോ ഒക്കെ ചവിട്ടും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും പ്രശ്നവും കഴിഞ്ഞ് അവിടെ ഒന്നും തീർക്കാൻ പറ്റാത്തൊരു ദേഷ്യം തീർക്കുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. സോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ആരും കുറ്റം പറയുന്നത് 100 ചില്ലാന കോടി ആൾക്കാർ അവരങ്ങനെ ബിഹേവ് ചെയ്തിട്ട് പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു 10-30 കോടി ഇൻഫ്ലുവൻസേഴ്സ് നടക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവർ ഉത്തരവാദിത്തം കാണിക്കണം. മെയിൻ സ്ട്രീം മീഡിയാസ് ഇവരൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. ഇത് ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇത് രണ്ട് കൂട്ടരെ ഒരുപോലെ കേറ്റർ ചെയ്യുന്ന വിധത്തിൽ ചെയ്യണം. കാരണം നമ്മൾ പ്ലസ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തോട് ചെയ്യുന്നത് നല്ലതാണ്. ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന മീഡിയാസാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ പ്രൊമോഷൻസ് വരുന്നത്, അവർ വരുന്ന ഇൻ്റർവ്യൂസ് വന്നിറങ്ങുന്നത്, പോകുന്നത്, നമ്മളുടെ എന്തെങ്കിലും കവർ ഫീച്ചർ ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കര ബ്രാൻഡ് ബിൽഡിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ധ്യാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷത്തിൽ പുള്ളി തള്ളിയത് തന്നെയാണെന്നുള്ള. പക്ഷെ അതുകൊണ്ട് ഇനി പുള്ളി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ. പുള്ളിയുടെ ഇന്റർവ്യൂ ആൾക്കാർ കാണും, പുള്ളിയുടെ ഇന്റർവ്യൂ വന്ന ആൾക്കാർ പിന്നെ ആൾക്കാർ കാണും. നമ്മൾ മറന്നുപോടാം, മനുഷ്യൻ മറന്നുപോയുള്ളൂ ഇപ്പോൾ. അല്ല ഈ പ്ലസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയോ ഇതിലും കൂടിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആൾക്കാർ പെട്ടെന്ന് മറന്നു പോകുന്നില്ല. മമ്മൂട്ടിയുടെ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല, ഇതൊക്കെ മമ്മൂട്ടി നമുക്കിങ്ങനെയാണ് ഇവരെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള പറഞ്ഞ് ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചാല് ഇത് എങ്ങനെ കളിച്ചാലും ഈ ജന്മത്തിൽ ഇനി ഇത് മമ്മൂട്ടി കാണൂല എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം. മറ്റവനിട്ട പോസ്റ്റ് ഞാൻ പറഞ്ഞ സാധനം ഇവർ കാണൂല, ഇവരുടെ അടുക്ക് ഇത് എത്തൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണും, നമുക്ക് ഞാൻ ഇടയ്ക്ക് ആശ്വാസം കണ്ടെത്തുന്ന അങ്ങനെയാണ്. ഇത് വലിയ മെയിൻ പോസ്റ്റൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ലാലേട്ടനെയും മമ്മൂക്കി അടക്കം ആൾക്കാർ കുറ്റം പറയുന്ന, നല്ല ചീത്ത വിളിക്കുന്ന സാധനങ്ങളുണ്ട്. ഓരോ സപ്പോർട്ടേഴ്സ് അല്ലെ ഇവരുടെ രാഷ്ട്രീയം വെച്ചോ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവരെയും ഇത്രയും പേര് ഹേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള സാധനമുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരും അവരുടെ സെറ്റപ്പും വേറെ ലെവലിലാണ്. അപ്പോൾ അവർക്ക് ഇതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ 1.5 കോടി ആൾക്കാർ വരുമ്പോൾ അതിനെതിരെ 4300 ആൾക്കാർ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ. നമുക്ക് അങ്ങനെ ആൾക്കാർ മൂവിയിലേക്കുള്ള പോലെ മഹാദേവനെ പറയുന്നോടാ തായോ എന്ന് ചോദിച്ചിട്ട് നിന്നെ തെറി വിളിക്കുന്ന ഇവർക്ക് നമ്മുടെ സ്ഥിരം പോരാളികൾ. അല്ലല്ല, ഗുഡ് സൈഡ്സ് പറയാൻ കുറെ പോയിന്റ് ഉണ്ട്. ഞാൻ ചുമ്മാ ആലോചിച്ച് പറഞ്ഞാൽ ഈ പ്ലസ് ബ്രാൻഡ് ബിൽഡിംഗ് പറയുന്നതിന് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇടയ്ക്ക് പണ്ട് ഡിസ്കസ് ചെയ്ത് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ കാണാതെ പോയപ്പോൾ പടപടാന്ന് മീഡിയാസ് എല്ലാവരും കൂടെ ആക്റ്റീവ് ആവുകയും സോഷ്യൽ മീഡിയകളെല്ലാം കൈകോർക്കുകയും ഒരു ഇൻഫ്ലുവൻസർ തട്ടിക്കൊണ്ടുപോയി. അല്ല, അതിന് അവസാനം ഇൻഫ്ലുവൻസർ വരുമാനം കുറഞ്ഞ് തട്ടിക്കൊണ്ടുപോയത് യൂട്യൂബ് ഇൻഫ്ലുവൻസറാ. എന്നാലും ഇൻഫ്ലുവൻസേഴ്സും മീഡിയയും ഓൺലൈൻ മീഡിയ സോഷ്യൽ മീഡിയ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ്. അതായത്
മീഡിയയുടെ ഒരു പവറാണ് സത്യം. പെട്ടെന്ന് ന്യൂസ് എത്തിക്കാൻ പറ്റുന്നത് നമ്മളെ പെട്ടെന്ന് റിസോഴ്സസ് ഒക്കെ ലോക്കലൈസ് ചെയ്ത്. അച്ഛനും അമ്മയും അന്ന് എത്ര ടെൻഷനിലായിരുന്നു ഞാനിത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവർക്ക് എന്താണ് അല്ലേ വല്ല നല്ല പോസിറ്റീവ് സാധനം കണ്ട് ഹാപ്പി ആയിരിക്കും. അല്ല ഇതിപ്പോ അവര് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ന്യൂസ് വെച്ചിട്ട് ആ കുട്ടിയെ അത് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ട് അത്രയും ആൾക്കാർ. പക്ഷെ അതിന്റെ റിസൾട്ടും ഉണ്ടായത് അത് പെട്ടെന്ന് സാധാരണ കിട്ടാത്തവര് സാധാരണ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിപ്പം മീഡിയ ഇസ് എ ഫോഴ്സ് ഓഫ് ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ ഇപ്പൊ മീ ടു മൂവ്മെന്റ് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനും ആൾക്കാരെ അക്കൗണ്ടബിൾ ആക്കാനും പിന്നെ ഇതുപോലെ ട്രയൽ ബൈ മീഡിയ എന്ന് പറയില്ലേ ഇപ്പൊ പല മാധ്യമ വിചാരണ, ആൾക്കാരും മാധ്യമ നരഭോജിത്വം, മാധ്യമ മീഡിയ കാനിബാൾസ് അല്ല അതെ പല പവർഫുൾ ആൾക്കാരും അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് they can't get away because media can hold themselves accountable. അതെ അപ്പോ അങ്ങനെ പല നല്ല കാര്യങ്ങളും മീഡിയ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഡെമോക്രസിയുടെ ഫോർത്ത് പില്ലർ എന്നുള്ള ലെവലില് അത്രയും ഗ്ലോറിഫൈഡ് പൊസിഷൻ ആൻഡ് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സംഭവം അതിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടന്റ്. ഇല്ല ഉണ്ട് ചില സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇപ്പൊ പുതിയതായിട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇപ്പൊ അഡ്വർടൈസിങ് മോഡൽസ് ആണ് ഈ ഇത്ര വ്യൂസ് പിടിക്കായത്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ട് ഇപ്പൊ പ്രിന്റ് ചില ക്വിന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആൾക്കാർ കാശ് കൊടുത്ത് കണ്ടന്റ് മേടിക്കുന്നില്ല. ക്വിന്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത്, വയേർഡ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അറിയാത്ത സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ന്യൂസ് അപ്പൊ അവർക്കാണെങ്കിൽ ബേസിക്കലി അൺബയസ്ഡ് ആയിട്ട് ന്യൂസ് കൊടുക്കുക ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോ സ്കേലബിൾ മോഡൽ അല്ല. ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ് അതിൽ കൺസിസ്റ്റന്റ്ലി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെയുള്ള ട്രെൻഡ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺബയസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു ടെൻഡൻസി. പക്ഷെ എനിക്ക് തോന്നുന്നു അൺബയസ്ഡ് ആയിട്ട് ചെയ്ത ആൾക്കാർക്ക് അത് കേൾക്കാനും താല്പര്യമില്ല. ആൾക്കാർക്ക് വേണ്ടത് ഇതേപോലെ ഇമോഷണലി റിയാക്ഷൻ വരിക. അതിനുള്ള ഓഡിയൻസ് ഉണ്ട്. അത് മാത്രമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം തുറക്കുമ്പോൾ സുഖം മഹാദേവൻ പറഞ്ഞില്ല മനോരമയ്ക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു മാസ് മസാല സാധനമായതുകൊണ്ടാണ്. ഭയങ്കര വൃത്തിയുള്ള പെയിന്റ്, ഫ്രണ്ടിൽ തന്നെ അഡ്വർട്സ് കാണുമ്പോൾ തന്നെ കണ്ണിന് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന കളേഴ്സ്. അല്ലാതെ ന്യൂസായിട്ട് വന്ന് മറ്റേ പഴയ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയുള്ള അച്ചടി പ്രസിൽ ഇങ്ങനെ അടിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പത്രിക ഇറക്കുന്നത് പോലുള്ള ന്യൂസുകൾ കൊടുത്തിരുന്ന പോലെയാണെങ്കിൽ ആൾക്കാർ വായിക്കില്ല. പത്രം കിട്ടുമ്പോൾ തന്നെ നേരെ എടുത്ത് മറിക്കും, പുറകിന്നാ കളർ വരുന്നത്. അല്ല അവിടെ കളർ ഏറ്റവും കളർഫുൾ പേജ് സ്പോർട്സ് ആയിരുന്നു പണ്ട്. ഇപ്പൊ പക്ഷെ എല്ലാ പേജും കളർഫുള്ളാണ്. ഇപ്പൊ മിക്ക പേജും കളർഫുള്ളാണ്. പക്ഷെ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഭയങ്കര മീഡിയക്ക് പങ്കുണ്ടായിരുന്നു. എനിക്ക് ഗാന്ധിജി എഡിറ്ററൊക്കെ ഗാന്ധിജി എനിക്ക് എത്ര വലിയ ഞാൻ നേതാജിയുടെ ആളാണ്. ഞാൻ നമ്മളും ആക്ച്വലി ഒരു മീഡിയ പോലെ തന്നെയാണ്. ഭയങ്കര പബ്ലിക്കലി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മീഡിയയുടെ പാർട്ട് തന്നെയാണ്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മളത് പാലിക്കണം. പക്ഷേ എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അത് റോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളും പറയണം നിങ്ങൾ എന്ത് ചെയ്തു, പക്ഷേ ഇത് അഡ്വർടൈസ്മെന്റ് ആണ്. നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് ഇത്ര കാര്യമായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ടാണ് ഈ ആഡ് ഇടുന്നത്, ഈ വാർത്ത ഇടുന്നത് കാശ് വാങ്ങിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. പാർവതി തിരുവോത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തു പോയ ആൾക്കാരുടെ മനസ്സിലത് കിടന്ന് 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും മറക്കത്തില്ല. ലാലേട്ടനിയുടെ ബിഗ് ബോസിനിടെ നിന്നപ്പോൾ മറ്റേതുപോലെ എന്ത് പ്രവൃത്തിയാണ് കാണിച്ചത്, അങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നിടത്തൊന്ന് കട്ട് ചെയ്ത് ലാലേട്ടൻ അവാർഡ് ഫ്രണ്ടിലിരിക്കണ വീഡിയോ പോലെ ഉള്ളൂ. അതല്ല എത്ര കാലം കഴിഞ്ഞാലും ഒരു സാധനം കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പോയതാ. അത് മോഹൻലാൽ കാണിച്ചാൽ ആഹാ, അനീസ്ക കാണിച്ചാൽ ഓഹോ. അപ്പൊ മീഡിയ നല്ലതുമാണ്. നല്ലത് മീഡിയ ഇരുതല വാളാണ്, രണ്ട് സൈഡും ഉണ്ട്. ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം എല്ലാവരും. ഇരുതല വാളാണ്. നമ്മൾ ഇന്റർനാഷണൽ ടൂർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. നമ്മൾ മ്യൂസിക്കൽ ഫെസ്റ്റിന്റെ കൂടെ നമ്മുടെ സ്റ്റാൻഡപ്പ് വീഡിയോസ് സ്റ്റാൻഡപ്പ് പെർഫോമൻസുകൾ ക്ലബ് ചെയ്ത് തുടങ്ങി. സോ സ്വാഭാവികമായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡപ്പ് എക്സ്ക്ലൂസീവ് ടൂർ ചെയ്യും. സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ സിദ്ധാർത്ഥ് മേനോന്റെയും അമൃത സുരേഷ് ഭദ്രയുടെയും മ്യൂസിക് ബാൻഡിന്റെ കൂടെ സ്റ്റാൻഡപ്പ് ഷോയ്ക്ക് പോവുകയാണ്. ആശീർവദിക്കും, അനുഗ്രഹിക്കും. ഓസ്ട്രേലിയയിലെ 7 സിറ്റികളിലായിട്ട് അനീസിക്കയുടെ വക ഒരു സ്റ്റാൻഡപ്പ് ഷോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ. സോ ഇറ്റ് ഈസ് ഗോയിങ് ഇന്റർനാഷണൽ സൂൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.